അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇവിടെ രണ്ട് വലിയ പത്രപ്രവർത്തകർക്കിടയിൽ നിങ്ങളോടൊപ്പം താഴെ ഇരിക്കേണ്ട ഒരാളാണ് ഞാൻ എന്ന ബോധ്യത്തോടെ നിങ്ങളോട് ഏതാനും ചില കാര്യങ്ങൾ മാത്രം സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നു. ഇവിടെ എന്നെ വിളിച്ചത് എൻ്റെ മഹിമ കൊണ്ടല്ല, സംഘാടകരുടെ ഔദാര്യം കൊണ്ടാണ്. മാധ്യമം ശില്പശാല എന്ന ഈ വിഷയത്തിൽ സാഹിത്യം കയറി വരുമ്പോൾ അതിനുണ്ടാകുന്ന ചെറിയ ഒരു അഭംഗി അത് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ആദ്യം തന്നെ. ഏതായാലും ഇവിടെ കൂടിയിരിക്കുന്ന ആളുകളൊക്കെ അക്ഷരവുമായി ബന്ധപ്പെട്ട ആളുകളാണ് എന്ന് അവരുടെ സംസാരങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ അക്ഷരവുമായി ബന്ധപ്പെട്ട, എഴുത്തുമായി ബന്ധപ്പെട്ട, കഥകളുമായി ബന്ധപ്പെട്ട, കവിതയുമായി ബന്ധപ്പെട്ട ചില ശ്ലഥ ചിന്തകളാണ് ഞാനിവിടെ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. നെടിയമല കിഴക്കും നേരയാത്താഴിമേക്കും വടിവിലെലുകയായി തഞ്ചിടും വഞ്ചിനാടേ, അടിയനിതറിയിക്കാം അബ്ദി കാഞ്ചിക്കുനിയേ, മുടിനടുവിൽ വിളങ്ങും മുഖ്യമാണിക്യരത്നം. അനഗതപ്പെടും അമ്മേ വത്സലത്വത്തിനാൽ നിൻ സ്തനഗിരികൾ ചുരത്തും നൽപയസൽപ്പമന്യേ, ദിനമനു പരിപാനം ചെയ്യുകയാൽ നിന്നിലുണ്ടാമനവധി ചെറുധാന്യം പുഷ്ടിപൂണ്ടുല്ലസിപ്പൂ. മലയാളം മലയോളം, മലയാളിക്കതെലിയോളം, മലയാളം മലയോളം, മലയാളിക്കതെലിയോളം. അക്ഷരരുചിയാണ് അക്ഷയരുചി, അക്ഷരരുചിയാണ് അക്ഷയരുചി. ഫോക്കസ് എന്ന ഈ സംഘടന ഒരുപാട് കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുന്നു. ഫോക്കസിനില്ല ഒരു കോക്കസ്, കോക്കസിനുണ്ടാകാം ചില വീക്ക്നെസ്. എഴുത്തും വായനയും ഇത് മനുഷ്യൻ കണ്ടുപിടിച്ച ഏറ്റവും വലിയ ഒരത്ഭുതമാണ്. വിശുദ്ധ ഖുർആൻ ഇറങ്ങുന്നത് തന്നെ ഇഖ്റ എന്നാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവും അതാണ്. ലോകത്ത് എഴുത്തുകൊണ്ടുണ്ടായ വിപ്ലവങ്ങൾ, അതാണ് ഇഖ്റ കൊണ്ട് ഖുർആൻ തന്നെ ഉദ്ദേശിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഏകാന്തതയിലിരുന്ന് ഒരു മൂലയിലിരുന്ന് എന്തോ ചിലത് എഴുതി അതിർത്തികൾ ഭേദിച്ച് ഭൂഖണ്ഡങ്ങൾ കടന്ന് മനുഷ്യ മനസ്സുകളിലേക്ക് സംപ്രേഷണം ചെയ്യുക എന്ന വലിയ ഒരു ദൗത്യമാണ് എഴുത്തുകാരൻ നിർവഹിക്കുന്നത്. എഴുത്തുകാരൻ മരണപ്പെട്ടു പോയാലും എഴുത്തുകാരൻ്റെ കഥാപാത്രങ്ങൾ ജീവിച്ചിരിക്കുന്നു എന്നത് തന്നെയാണ് ഒരു എഴുത്തുകാരന് ലഭിക്കാൻ പോകുന്ന ഏറ്റവും വലിയ നേട്ടം. ബഷീർ മരിച്ചു കഴിഞ്ഞു പോയിട്ടും കാലങ്ങളേറെയായിട്ടും മജീദും സുഹറയും ഇന്നും നമ്മുടെ മനസ്സിൽ നിറകതിരുമായി പ്രകാശം ചൊരിഞ്ഞു നിൽക്കുന്നത് ആ എഴുത്തിൻ്റെ ശക്തി കൊണ്ടാണ്. 1000 കറുത്തമ്മമാർ വന്നു പോയിട്ടും ഇപ്പോഴും ഒരു കറുത്തമ്മ മാത്രം നമ്മുടെ മനസ്സിൽ നിൽക്കുന്നതും ആ എഴുത്തിൻ്റെ ശക്തി കൊണ്ടാണ്. എഴുത്ത് എന്ന് പറഞ്ഞാൽ അതെന്താണ്? ആരാണ് എഴുതേണ്ടത്? എല്ലാവർക്കും എഴുതാൻ പറ്റുമോ? എങ്ങനെ എഴുതണം? എന്ത് എഴുതണം? എന്ത് മുഖവുരകളും
ആമുഖങ്ങളും തയ്യാറെടുപ്പുകളും സജ്ജീകരണങ്ങളും ആസൂത്രണങ്ങളും സംവിധാനങ്ങളും വേണം ഒരു എഴുത്തുകാരന്. ഇതൊക്കെ നാം ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം ഇന്ന് എഴുത്ത് വല്ലാത്ത ഒരു സ്വതന്ത്രമായ ലോകത്തേക്ക് കയറിപ്പോയിട്ടുണ്ട്. നേരത്തെ ഇവിടെ പറഞ്ഞ പത്രപ്രവർത്തനത്തിന് വേണ്ടാത്ത ഒരു പ്രധാന ഗുണം ആവശ്യമുള്ള ഒരു രംഗമാണ് സാഹിത്യം. ഒരു പത്രപ്രവർത്തകനാകണമെങ്കിൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നന്നായി എന്തെങ്കിലും എഴുതാൻ അറിയണം, ഒരു തുറന്ന കണ്ണുണ്ടാവണം, വാർത്തകളെ പിറകെ പോകാനുള്ള വല്ലാത്ത ഒരു ത്വരയുണ്ടാവണം. ഇത് മൂന്നുമുണ്ടായാൽ ഒരു പത്രപ്രവർത്തകനാകാം. പക്ഷെ ഒരു എഴുത്തുകാരനാവാൻ അതുകൊണ്ടൊന്നും സാധ്യമല്ല. ഒരു എഴുത്തുകാരനാവാൻ ഏറ്റവും ആദ്യം വേണ്ടത് സർഗാത്മകത എന്ന മഹത്തായ വിശേഷണമാണ്. അതിന് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ സിദ്ധി എന്ന് പറയും, അതല്ലെങ്കിൽ അങ്കുരം എന്ന് പറയും. ഇത് ഒരാളുടെ മനസ്സിൽ ഉണ്ടാകേണ്ടതാണ്. അതിനാണ് നമ്മൾ ഭാവന എന്ന് പറയുന്നത്, പ്രതിഭ എന്ന് പറയുന്നത്, സിദ്ധി എന്ന് പറയുന്നത്, സർഗാത്മകത എന്ന് പറയുന്നത്. അപ്പോൾ സർഗാത്മകതയുള്ള ഒരാൾക്ക് സാഹിത്യ രചന നടത്താൻ പറ്റും. എഴുത്തുകാരെല്ലാം സാഹിത്യകാരന്മാരല്ല. എഴുതുന്നവരെല്ലാവരെയും സാഹിത്യകാരന്മാരായി പരിഗണിക്കപ്പെടില്ല. എന്നാൽ എല്ലാ സാഹിത്യകാരന്മാരും എഴുത്തുകാരാണ് താൻ. എന്താണ് അതിന്റെ വ്യത്യാസം? എഴുത്തുകാരൻ എന്ന് പറഞ്ഞാൽ ലേഖനം എഴുതുന്നവൻ എഴുത്തുകാരനാണ്. പക്ഷേ ലേഖനം എഴുതുന്നവൻ സാഹിത്യകാരനല്ല. എന്താ കാരണം? സാഹിത്യം എന്ന് പറഞ്ഞാൽ അത് സർഗാത്മകമായ ഒരു പ്രവർത്തനമാണ്. അതായത് ഒരു വിഷയം സാംശീകരിക്കുകയും അതിനെ തൻ്റെ ബുദ്ധിക്കും ചിന്തയിലും ഇട്ട് മൂശയിലിട്ട് വാർത്തെടുത്ത് ഒരു പുതിയ ഒരു സംഭവം അവതരിപ്പിക്കലാണ്. അതിന് ഭാവന ആവശ്യമാണ്, അനുഭവം ആവശ്യമാണ്, ഭാഷ ആവശ്യമാണ്, ശൈലി ആവശ്യമാണ്, ഒരുപാട് ഘടകങ്ങൾ. പക്ഷേ എങ്ങനെ എഴുതണം, എങ്ങനെ അത് അവതരിപ്പിക്കണം, അത് ഒരാൾക്കും മറ്റൊരാളെ പറഞ്ഞു പഠിപ്പിക്കാൻ സാധിക്കില്ല. കാതികന്റെ കല എന്ന പുസ്തകത്തിൽ MT വാസുദേവൻ നായർ പറയുന്നുണ്ട്, എങ്ങനെ എഴുതണം എന്ന് ഒരാളെയും പറഞ്ഞു പഠിപ്പിക്കാൻ പറ്റില്ല. പിന്നെ എന്ത് പറഞ്ഞു പഠിപ്പിക്കാം? ഇങ്ങനെയൊക്കെ എഴുതിയാൽ അതിൽ തകരാറുണ്ട്, ഇങ്ങനെയൊക്കെ എഴുതുന്നതാണ് ശരി എന്ന രീതിയിൽ പറയാമെന്നല്ലാതെ എങ്ങനെ എഴുതണം എന്ന് പറയാൻ സാധിക്കില്ല. ഉദാഹരണം, ഇപ്പൊ ഞാൻ നിങ്ങളോട് എങ്ങനെ എഴുതണമെന്ന് ഞാൻ പറഞ്ഞു തരുമ്പോൾ അത് എൻ്റെ ശൈലിയാണ്. ഞാനൊരു കഥാത്രഡ് കിട്ടിയാൽ എങ്ങനെ എഴുതും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിട്ട് നിങ്ങൾക്ക് യാതൊരു കാര്യവുമില്ല. കാരണം അത് നിങ്ങളുടെ മനസ്സിൽ നിന്ന് വരേണ്ട ഒരു സംഭവമാണ്. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ പേപ്പർ തന്നു, എന്നിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ സ്റ്റാൻഡ് നിങ്ങളൊന്ന് വരയ്ക്കൂ, ഓരോ പേപ്പർ, ഓരോ പെൻസിൽ, ഇത് തന്നിട്ട് നിങ്ങളോട് വരയ്ക്കാൻ പറയുന്നു. വരയ്ക്കാൻ പറഞ്ഞ് അല്പം കഴിഞ്ഞ് ആ പേപ്പർ ഷീറ്റുകൾ വാങ്ങി നോക്കുമ്പോൾ ചിലതിൽ കാണാം വല്ല സോപ്പും പെട്ടി വരച്ചത് വെച്ചതുപോലെ, ചിലത് കാണാം വല്ല ബെഞ്ചിന്റെ രൂപത്തിൽ, ചിലതിൽ മനോഹരമായ ഒറിജിനൽ ഈ സ്റ്റാൻഡിനേക്കാൾ മനോഹരമായ ചിത്രങ്ങൾ അതിൽ കോറിയിട്ടത് കാണാം. എങ്ങനെ വരയ്ക്കണം എന്ന് അവനോട് പറഞ്ഞിട്ട് കാര്യമില്ല. ആ സർഗസിദ്ധിയാണ് ആ വരയെ മികവുറ്റതാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ സിദ്ധി എന്ന വല്ലാത്ത ഒരു സർഗാത്മകത ഉള്ളിലുള്ള ഒരുത്തന് മാത്രമേ എഴുതാൻ കഴിയൂ. പിന്നെ പലരും എഴുതുന്നില്ലേ എന്ന് ചോദിച്ചാൽ ആ രീതിയിലുള്ള എഴുത്ത് രംഗത്ത് ഏറ്റവും ലളിതമായി കൈകാര്യം ചെയ്യാൻ പറ്റുന്ന വിഷയമാണ് ലേഖനം. ലേഖനത്തിലുള്ളൊരു സുഖം എന്താണെന്ന് ചോദിച്ചാൽ എവിടെ നിന്നും ആശയം നമുക്ക് ശേഖരിക്കാം. ഒരു വിഷയം നമ്മൾ കണ്ടെത്തുകയും ആ വിഷയത്തിന് അനുഗുണമായ മറ്റു ആശയങ്ങളെ തേടിപ്പിടിക്കുകയും ചെയ്യാം. പക്ഷേ
ഒരു കഥയിലോ കവിതയിലോ ഒരു നേരിയ സാമ്യം പോലും ഉണ്ടായാൽ അത് ഏറ്റവും വലിയ ന്യൂനതയാണ്, അപാകതയാണ്, കുറവാണ്. അതുകൊണ്ട് തന്നെ സാമ്യം ഉണ്ട് എന്ന് തോന്നിപ്പോകുന്നത് പോലും അവിടെ പിടിക്കപ്പെടുന്നുണ്ട്. അപ്പൊ ലേഖനം എഴുതുന്നതാണ് ഒരു എഴുത്തുകാരന് ഏറ്റവും ലളിതമായ മാർഗം. ലേഖനം എഴുതാൻ കുറച്ച് വിവരങ്ങളാണ് വേണ്ടത്. പക്ഷേ കഥ, കവിത ഈ രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ വിവരം കൊണ്ട് കാര്യമില്ല. വിവരം കൊണ്ട് യാതൊരു കാര്യവുമില്ല. മാത്രവുമല്ല, നമ്മുടെ പ്രതിഭയാണ് ഒരു കഥാപാത്രത്തെ സൃഷ്ടിച്ചെടുക്കുന്നത്. ആ കഥാപാത്രം ഒരുപക്ഷെ നമ്മുടെ ഹൃദയത്തിൽ പലപ്പോഴായി കയറിക്കൂടിയ അനുഭവങ്ങളായിരിക്കും. ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ കാസിമിരിക്കൂർ സാഹിബ് പറഞ്ഞു, ഒരു അപകടം നടക്കുന്ന സമയത്ത്, ഒരു വാഹനാപകടം നടക്കുന്നു. ആ വാഹനാപകടം നടക്കുന്ന സമയത്ത് ഒരു പത്രപ്രവർത്തകനാണ് അതിൽ നടന്നു പോകുന്നത് എങ്കിൽ അദ്ദേഹം ആ ചിത്രം എടുക്കാൻ ശ്രമിക്കുന്നു. ആ അപകടത്തിൻ്റെ ഭീകരത പരമാവധി സൃഷ്ടിച്ച് വാർത്ത എഴുതാൻ ശ്രമിക്കുന്നു. എന്നിട്ട് അയാൾ അങ്ങനെ കിടക്കുകയാണെങ്കിൽ ആരും തിരിഞ്ഞു നോക്കാതെ കിടക്കുന്നു എന്ന ഒരു രംഗം ഒരു പത്രക്കാരൻ കാണുമ്പോൾ അതിനെ വിപുലീകരിച്ചാണ് അവൻ്റെ എഴുത്ത് പോകുന്നത്. പക്ഷേ ഒരു എഴുത്തുകാരൻ അത് അനുഭവമാണ്. ആ അനുഭവം വെച്ച്, അവൻ്റെ ആ കാഴ്ച വെച്ച് അവൻ കാഴ്ചപ്പാടിലേക്കാണ് പോകുന്നത്. അനുഭവം അവബോധത്തിലേക്കാണ് പോകുന്നത്. അവൻ്റെ വിഷയം ഇദ്ദേഹം ഏത് രീതിയിൽ അവിടെ കിടക്കുന്നു, ചോര എത്രമാത്രം ഒഴുകുന്നു എന്നതല്ല ഒരു കാതികൻ്റെ മനസ്സിലേക്ക് കയറിക്കൂടുന്നത്. കാതികൻ്റെ മനസ്സിലേക്ക് കയറിക്കൂടുന്നത് ഇത്ര സമയമായിട്ടും ഈ മനുഷ്യൻ ചോര വാർന്ന് ഈ വിജനമായ വഴിയിൽ കിടന്നിട്ടും ഒരാളും അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ലല്ലോ. അവിടെയാണ് ഒരു സാഹിത്യകാരന്റെ മനസ്സിലേക്ക് കയറിക്കൂടുന്ന ഒരു ത്രെഡ്. ആ ത്രെഡാണ് അവൻ കഥയാക്കുന്നത്. നമ്മുടെ ബ്ലോഗിലൊക്കെ ഏറ്റവും കൂടുതൽ ആളുകൾ കൈകാര്യം ചെയ്യുന്ന വിഷയം, ഞാനടക്കമുള്ള ആളുകൾ, അനുഭവമാണ് എഴുതുന്നത്. എന്താ അനുഭവത്തിന്റെ സുഖം? അനുഭവം ഈ ലേഖനം പറഞ്ഞ പോലെ തന്നെ സുഖസുന്ദരമായി എഴുതി പോകാം. കാരണം അതില് നമ്മുടേതായ കൂട്ടിച്ചേർക്കലുകൾ ആവശ്യം വരുന്നില്ല. നമ്മൾ എന്ത് കണ്ടുവോ അത് മനോഹരമായ രീതിയിൽ അങ്ങനെ എഴുതി പോകാം എന്നതല്ലാതെ ഒരു കഥ എന്ന രീതിയിൽ അതിനെ പൊക്കിപ്പിടിച്ചു വരുമ്പോൾ അത് ഒരു പൊതുവായ വിഷയമായി മാറണം. എൻ്റെ സ്വന്തമായ ഒരു അനുഭവം ഞാൻ എഴുതിയത് കൊണ്ട് വായനക്കാരെന്ന നിലക്ക് നിങ്ങൾക്ക് എന്താണ് അതിൽ കാര്യം? പക്ഷേ അതിൽ നാം പരിചയപ്പെടുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ്റെ മാനസികമായ, ധാർമ്മികമായ, അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായ, അതല്ലെങ്കിൽ മാനുഷികമായ എന്തെങ്കിലും ഒരു സന്ദേശം ആ അനുഭവ കഥകളിൽ ഉണ്ടെങ്കിലേ മറ്റൊരാൾ വായിക്കുമ്പോൾ അവന് കൂടി അത് ഉൾക്കൊള്ളാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അനുഭവങ്ങളാണ് എല്ലാവരെയും കഥാകൃത്തുക്കളാക്കിയിട്ടുള്ളത്. അനുഭവങ്ങൾ എവിടെ നിന്നാണ് സ്വരൂപിക്കുക? നാം യാത്ര ചെയ്യുന്നതിനിടക്ക് നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ കാലിന്റെ ചുവട്ടിൽ കഥയുടെ ത്രെഡ് കാണാം. ഞാൻ ഓഫീസിലേക്ക് പോകുന്ന സമയത്ത് കണ്ട ഒരു ഭ്രാന്തനാണ്. എൻ്റെ കാര്യം പറയുന്നതല്ല, കാരണം ഈ കഥയുടെ രൂപവും അതിൻ്റെ പശ്ചാത്തലമൊക്കെ പറയുമ്പോൾ നമുക്ക് നമ്മളുടെ കാര്യമല്ലേ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, എന്നെ തന്നെ ഞാൻ പ്രദർശിപ്പിക്കുകയാണ് എന്ന് തെറ്റിദ്ധരിക്കരുത് എന്ന മുഖവുരയോടുകൂടെ. കാരണം ഞാൻ സമീപിക്കുന്ന ഒരു രീതി, ആ രീതി നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ കഴിയില്ലെങ്കിലും ആ ഒരു രീതിയിൽ നമുക്ക് ചിന്തിക്കാം. എനിക്കൊരു കഥയുടെ ത്രെഡ് കിട്ടുന്നത്, ഒരു ഉദാഹരണം പറഞ്ഞ, എൻ്റെ ഒരു ചെറിയൊരു സാധനമാണ് ലൈക്ക് എന്ന് പറഞ്ഞ സാധനം. അത് ഞാൻ ഓഫീസിലേക്ക് പോകുന്ന സമയത്ത് ഒരു ഭ്രാന്തനെ കണ്ടുമുട്ടാറുണ്ട് നടന്നു പോകുന്ന സമയത്ത്. ഈ ഭ്രാന്തൻ ഒരു ദിവസം വല്ലാതെ അസ്വസ്ഥനാവുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. ഒരു മനുഷ്യനോട് അങ്ങോട്ടും ഒന്നും ചോദിക്കുക, സംസാരിക്കുക, ആരെങ്കിലും കാണുമ്പോൾ ഒന്ന് ചിരിക്കുക, ഒന്നുമില്ല. ഇദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. ഇതാണ് എനിക്ക് കിട്ടിയൊരു ത്രെഡ്. ആ ഒരു ത്രെഡ് വെച്ച് അത് വികസിപ്പിച്ചാണ് ഒരു പൊതുവായ ഒരു സന്ദേശം കഥയിൽ ആവാഹിച്ചുകൊണ്ട് അവതരിപ്പിക്കുമ്പോഴേ
അത് ഒരു കഥാരീതിയാവുള്ളൂ. അതല്ലെങ്കിൽ വെറും അനുഭവം പറച്ചിലാവും. അതിനവസാനം ഞാൻ അദ്ദേഹത്തിന് എൻ്റെ കയ്യിലുള്ള ഒരു കീശയിലെ ചില ഭക്ഷണ സാധനങ്ങൾ കൊടുക്കുകയാണ്. ഭക്ഷണ സാധനങ്ങൾ കൊടുക്കുമ്പോൾ അദ്ദേഹം എന്നോട് ആംഗ്യ ഭാഷയിൽ, അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിയാത്ത ആളാണ് ഞാൻ അപ്പോഴാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹം എന്നോട് ആംഗ്യ ഭാഷയിൽ പറയുന്നു, ആ കാണുന്ന കുട്ടിക്ക് കൊണ്ടുപോയി കൊടുക്കൂ. അപ്പൊ നോക്കുമ്പോൾ ഒരു ഹുമാമക്ക് തൊട്ടടുത്ത് ഒരു ചെറിയ കുട്ടി ഇരുന്ന് കരയുന്നുണ്ട്. സാധാരണ നടന്നു പോകാറുള്ള ഞാൻ പോലും കാണാത്ത ഒരു ദൃശ്യം അയാൾ കണ്ടു എന്ന രീതിയിലാണ് ഞാൻ കഥയിലേക്ക് കൊണ്ടുവരുന്നത്. സത്യത്തിൽ അത് സംഭവിച്ചതല്ല. ഞാൻ ഈ ഒരു വ്യക്തിയെ കണ്ടു എന്നതല്ലാതെ ബാക്കിയുള്ളതൊക്കെ സാങ്കല്പികമായ ഒരു ചിത്രീകരണമാണ്. അവസാനം ഞാൻ ഈ സെഞ്ചിയിലെ ഭക്ഷണ സാധനങ്ങൾ അദ്ദേഹത്തിന് കൊണ്ടുപോയി കൊടുക്കുന്നു. കൊടുക്കുന്ന സമയത്ത് അദ്ദേഹം എനിക്ക് ഇങ്ങനെ കാണിക്കുന്നു എന്നതാണ് ആ കഥയുടെ അന്ത്യം. സത്യത്തിൽ ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഈ ഭ്രാന്തനെ കണ്ടു, ഞങ്ങൾ പരസ്പരം കണ്ടു, പിരിഞ്ഞു, എപ്പോഴും കാണാറുണ്ട് എന്ന് പറഞ്ഞ അത് അനുഭവമായി. പക്ഷെ അത് കഥയായി മാറുന്നത് ഒരു ഭ്രാന്തനായിരുന്നിട്ട് കൂടി മറ്റുള്ളവരുടെ മാനസിക വിഷമങ്ങളും വിശപ്പും അറിയാൻ കഴിയുന്ന മനുഷ്യൻ, അവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്ന് കാണിക്കുന്നതാണ് ഈ ലൈക്ക് എന്ന ഈ ചിഹ്നത്തിലൂടെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അനുഭവങ്ങൾ തന്നെയാണ് കഥകൾ. പക്ഷേ അനുഭവങ്ങൾ മാത്രമല്ല കഥകൾ. അനുഭവങ്ങൾ സത്യത്തിൽ ഒരു എഴുത്തുകാരന്റെ മനസ്സിൽ ബാങ്ക് ഡെപ്പോസിറ്റായി എപ്പോഴും സൂക്ഷിക്കപ്പെടുകയാണ്. ഒരു കഥയുടെ ത്രെഡ് കിട്ടുമ്പോൾ അവൻ തലച്ചോറിൽ അത് സേവ് ചെയ്ത് വെക്കുന്നു ഓട്ടോമാറ്റിക്കലായി. ഈ സേവ് ചെയ്ത് വെക്കുന്നത് അവൻ എഴുതുന്ന സമയത്ത് അവൻ്റെ കഥയിലേക്ക് അറിയാതെ ഇറങ്ങി വരും. എഴുത്തുകാരൻ എന്ന നിലക്ക് ആരെഴുതുമ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, നമ്മൾ അറിയാതെ ചില പ്രയോഗങ്ങൾ, ചില കഥാപാത്രങ്ങൾ, ചില സന്ദർഭങ്ങൾ നമ്മിലേക്ക് അറിയാതെ കടന്നു വരും. ആ അറിയാതെ വരുന്നതാണ് എന്ത്? അതാണ് പ്രതിഭ, അതാണ് സർഗാത്മകത, അതാണ് ഭാവന. ഭാവനയിലൂടെ അനുഭവത്തെ, ഇപ്പോൾ ബഷീറൊക്കെ എഴുതിയത് മുഴുവനും അദ്ദേഹത്തിന്റെ ജീവിതമാണ്. ബഷീറിന്റെ കൃതികളെ കുറിച്ച് പറയാറുള്ളത് വക്കിൽ ചോര പൊടിഞ്ഞിരിക്കുന്നു എന്നാണ്. അതിന് മാത്രം ജീവിത ഗന്ധിയായ കഥകളാണ് ബഷീർ എഴുതിയത്. അതുകൊണ്ട് തന്നെ ബഷീർ ഇന്നും ചർച്ച ചെയ്യപ്പെടുന്നു. ബഷീറിന് ശേഷവും ബഷീറിന് മുമ്പും എത്രയെത്ര എഴുത്തുകാർ കഴിഞ്ഞുപോയി. അവരൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നതിലുപരി ബഷീർ ചർച്ച ചെയ്യപ്പെടുന്നു. അതെന്തുകൊണ്ടാണ്? പച്ചയായ മനുഷ്യരുടെ ജീവിതങ്ങൾ, ഓരോ കഥാപാത്രവും അത് ഞാൻ തന്നെ അല്ലേ എന്ന് ഓരോ വായനക്കാരനും തോന്നുന്ന ആ തോന്നൽ, അതാണ് കഥയുടെ ടെക്നിക്ക്. കഥ, കവിത, ലേഖനം, ഈ മൂന്ന് വിഷയങ്ങളിലാണ് സാധാരണ എഴുത്ത് നടക്കുന്നത്. കഥ ഇഷ്ടപ്പെടാത്ത ആരുമില്ല. ലോകോൽപത്തി മുതലേ കഥ പറഞ്ഞു വരുന്നു, കഥ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നു. നമ്മുടെ മുത്തശ്ശിമാർ കഥ പറഞ്ഞു കൊടുക്കുന്നു കുട്ടികൾക്ക്. ഒരുപാട് കഥകൾ, നാടോടി കഥകൾ, പഞ്ചതന്ത്രം കഥകൾ, ഇങ്ങനെ 1000 കഥകളുടെ ലോകത്ത് നിന്നാണ് പുതിയ പുതിയ മാറ്റങ്ങളോടെ സാഹിത്യരംഗത്ത്, കഥാരംഗത്ത്, കവിതരംഗത്തൊക്കെ പുതിയ പുതിയ മാറ്റങ്ങളോടെയാണ് സാഹിത്യരംഗം വികസിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഖുർആനിലടക്കം ഒരുപാട് കഥകൾ നമുക്ക് കാണാൻ സാധിക്കും. വളരെ മനോഹരമായി ഒരു കഥ, വലിയ കഥ എത്രമാത്രം കൃത്യമായി അവതരിപ്പിക്കാം എന്നതിന് ഖുർആനിൽ ഒരു വലിയ കഥയുണ്ട്. ഒരു സൂറത്ത് യൂസുഫ്. സൂറത്ത് യൂസുഫില് 111 സൂക്തങ്ങളാണ് ശരിക്കുള്ളത്. ഈ 111 സൂക്തങ്ങൾ കൊണ്ടാണ് യൂസുഫ് നബി ചരിത്രം എന്ന വലിയ കഥ. നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും, യൂസുഫ് കിസ്സ എന്ന് പറഞ്ഞ് കഥാപ്രസംഗം നടത്തും 40 ദിവസമൊക്കെ. അത് വളരെ ലളിതമായി 111 സൂക്തങ്ങളിൽ സംലയിപ്പിച്ചുകൊണ്ട് എങ്ങനെ കഥ പറയാം. മഹാഭാരതത്തിൽ കഥയുണ്ട്, രാമായണത്തിൽ കഥയുണ്ട്, ഖുർആനിലും കഥയുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്,
മതം പോലും സാഹിത്യ പുഷ്കലമാണ്. നമ്മുടെ ഖുർആന്റെ ശൈലി തന്നെ ഗദ്യമല്ല പദ്യമല്ല രണ്ടും കൂടി കെട്ട ഒരു രീതിയിലാണ്. എന്നാൽ പ്രാസം ഒപ്പിച്ചുകൊണ്ട് പറയുന്നു, സംഗ്രഹിച്ച് പറയേണ്ടടുത്ത് അങ്ങനെ പറയുന്നു. അപ്പോൾ പറഞ്ഞു വരുന്നത് നമ്മുടെ എഴുത്തിൻ്റെ രീതി, കഥ ഇഷ്ടപ്പെടാത്തവരാരുമില്ല. അതുകൊണ്ട് തന്നെയാണ് കഥ എന്നും നിലനിൽക്കുന്നത്. ഓരോ കാലഘട്ടത്തും കഥയുടെ വിഷയം മാറി മാറി വരുന്നു. എന്താ അതിന് കാരണം? അവർ കാണുന്ന സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലെ വിഷയങ്ങളാണ് കഥാതന്തുവായി വരുന്നത്. ഇപ്പോൾ കാരൂരിൻ്റെ ഒരു കഥയുണ്ട്, പൊതിച്ചോറ് എന്നാണ് കഥയുടെ പേര്. ഈ പൊതിച്ചോറ് ഒരു അധ്യാപകൻ, ഒരു ഹെഡ് മാസ്റ്റർ സ്കൂളിലേക്ക് വന്ന ഒരു കുട്ടിയുടെ പൊതിച്ചോറ് എടുത്ത് ഭക്ഷണം കഴിക്കുകയാണ്. അയാൾ വിശന്ന് വലഞ്ഞ് കുട്ടിയുടെ ചോറ് കട്ടെടുത്ത് കഴിക്കുകയാണ്. അന്നത്തെ കാലത്ത് ഏറ്റവും വലിയ വിഷയം അതായിരുന്നു. അപ്പോൾ ഓരോ കാലഘട്ടത്തിലും അതാത് സമൂഹത്തിലുണ്ടാകുന്ന വൈകാരികമായ വിഷയങ്ങളാണ് കഥകളിലേക്ക് ആവാഹിക്കപ്പെടുന്നത്. അപ്പോൾ കഥ എന്ന വിഷയത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുള്ളൂ. സമയം ഏകദേശം അടുത്തായി. ഇതിന് ശേഷം കുറച്ചുകൂടി നമുക്ക് വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാം. അപ്പോൾ ഒരു കഥയ്ക്ക് ഏറ്റവും ആവശ്യമായത് ജീവിതഗന്ധിയായ വിഷയങ്ങൾ തിരഞ്ഞെടുക്കുക. ഇങ്ങനെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ പിന്നീട് അത് അവതരിപ്പിക്കുന്ന സാമർഥ്യം പോലെയാണ് കവിതാ വായന. മഞ്ഞവെയിൽ മരണങ്ങൾ എന്ന ബെന്യാമിൻ്റെ പുതിയ നോവലിൽ ഒരു കഥാപാത്രം പറയുന്നുണ്ട്, മുമ്പൊക്കെ 50 പേജ് വായിക്കാനുള്ള സൗജന്യം വായനക്കാരൻ നൽകുമായിരുന്നു, ഇപ്പോൾ വെറും 5 പേജ് വായിക്കാനുള്ള സൗജന്യമേ നൽകാറുള്ളൂ എന്ന്. അപ്പം സത്യം പറഞ്ഞാൽ വായനക്കാരെ നമ്മോടൊപ്പം കൂട്ടിക്കൊണ്ടുപോകേണ്ട ബാധ്യത കൂടി എഴുത്തുകാരന് നിർബന്ധമാണ്, എങ്കിലേ വായന നടക്കുകയുള്ളൂ. ഈ സെഷൻ ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. കുറച്ചുകൂടെ കാര്യങ്ങൾ നമുക്ക് ഉച്ചയ്ക്ക് ശേഷമുള്ള സെഷനിൽ പറയാം ഇൻഷാ അല്ലാഹ്. അതിനു മുമ്പ് ഭാഷാപരമായ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില വിഷയങ്ങളെ സംബന്ധിച്ചുള്ള ഒരു ഭാഷാജാലകം എന്ന രീതിയിലുള്ള ഒരു ചെറിയ ഒരു ചോദ്യം നിങ്ങൾക്ക് ഇപ്പോൾ വിതരണം ചെയ്യും. വളരെ സിമ്പിളായ കാര്യങ്ങളാണ്. എഴുത്തിൽ നാം ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ എന്തൊക്കെയാണ് എന്നതിനുള്ള ഒരു ചെറിയ ഒരു സ്വന്തം അഭിരുചി പരീക്ഷയാണത്. പരീക്ഷ എന്ന് പറഞ്ഞുകൂടാ, ഒരു മൂല്യനിർണ്ണയം. അതിൽ ഏറ്റവും നല്ല മാർക്ക് വാങ്ങുന്ന ആൾക്ക് സമ്മാനമുണ്ട്. അത് നമ്മൾ പ്രധാനമായും ഉദ്ദേശിക്കുന്നത് എഴുത്തിൽ വരുന്ന അക്ഷരത്തെറ്റുകൾ ഡിസ്കസ് ചെയ്ത് എഴുതേണ്ട, മാർക്ക് കിട്ടുന്ന സംഭവമാണ്. പരീക്ഷ എഴുതുമ്പോൾ സ്വന്തമായി തന്നെ എഴുതണം. പിന്നെ ഭാഷാപരമായ തകരാറുകൾ, വാക്യഘടനയിൽ വരുന്ന പ്രശ്നങ്ങൾ, വാചകങ്ങളിൽ വരുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെ വെച്ചിട്ട് ഒരു ചെറിയ ചോദ്യപേപ്പർ നിങ്ങൾക്ക് വിതരണം ചെയ്യുന്നു. അത് അടുത്ത സെഷൻ ആരംഭിക്കുന്ന സമയത്ത് പ്രവർത്തകർക്ക് തിരിച്ചേൽപ്പിച്ചാൽ മതി. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് വീണ്ടും സംസാരിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. മാധ്യമ രംഗം വിചാരിച്ചു വന്ന് അത് സാഹിത്യത്തിലേക്ക് പോകുമ്പോണ്ടാകുന്ന ഒരു ചെറിയ പ്രശ്നം ഉണ്ടാവാനുള്ള വിദൂര സാധ്യത കണ്ടിരുന്നു. ആ സാധ്യത പോലും ഇല്ലാതായി എന്നതിൽ സന്തോഷമുണ്ട്. ആ സന്തോഷം ആദ്യമായി അറിയിക്കുന്നു. നമ്മൾ പറഞ്ഞു വന്നത് കഥയുടെ ശൈലി, വായനക്കാരെ കഥയുടെ അവസാനം വരെ കൊണ്ടുപോകേണ്ട ധർമ്മം, ഇതിനെക്കുറിച്ചൊക്കെയാണ്. ഓരോ സാഹിത്യകാരന്മാർക്കും ഓരോരോ ടെക്നിക്കുകളാണ്. ചില ആളുകൾ ഒരേ ന്യൂക്ലിയസിൽ തന്നെ കഥ പറഞ്ഞു പോയി അവസാനം വരെ വായനക്കാരെ ഒപ്പം കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ, ചില ആളുകളുടെ രീതി വല്ലാത്ത ഒരു കഥാന്ത്യം സൃഷ്ടിക്കുക എന്നതാണ്. സസ്പെൻസിലൂടെ കഥ കൊണ്ടുപോയി അവസാനം
കഥാന്ത്യത്തിലൂടെ ഞെട്ടിക്കുക എന്നൊരു സ്വഭാവമാണ്. അത് പുതിയ കഥാകൃത്തുക്കളിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് നമ്മുടെ ശിഹാബുദ്ദീൻ പൊഴുത്തുംകടവിലാണ്. അദ്ദേഹത്തിൻ്റെ ഡ്രാക്കുള എന്ന കഥയിലും മതഭ്രാന്തൻ എന്ന കഥയിലും ഇങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു അന്ത്യം. ഒരു ചെറിയൊരു തമാശ പറയാം, അതൊരു ഉച്ചയ്ക്ക് ശേഷമുള്ളതല്ലേ, ഒരു കേട്ടൊരു തമാശയാണ്. അതിൽ നമ്മളെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു സംഭവം. വനജ കുളി കഴിഞ്ഞ് പുറത്തിറങ്ങി. സുരേഷ് കുളിക്കാൻ വേണ്ടി ബാത്റൂമിലേക്ക് കയറി. സുരേഷ് ബാത്റൂമിൽ കയറിയ ഉടനെയാണ് ഒരാൾ വന്ന് ബെല്ലടിച്ചത്, കോളിംഗ് ബെല്ലടിച്ചത്. അപ്പോൾ വനജ ഒരു ടവൽ മാത്രം എടുത്ത്, സ്വന്തം വീട്ടിലാണല്ലോ, മുടി ചീകിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരാൾ വന്ന് കോളിംഗ് ബെൽ അടിക്കുന്നത്. അപ്പോൾ വനജ വിചാരിച്ചു സാധാരണ വരുന്ന തൊട്ടപ്പുറത്തെ ഫ്ലാറ്റിലെ ഒരു കുട്ടി, ചിഞ്ചു എന്ന കുട്ടി ഇടയ്ക്ക് വരാറുണ്ട്, ആ കുട്ടിയായിരിക്കും എന്ന് വിചാരിച്ച് ഇവർ ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്യാതെ ഈ ടവലുമ്പോൾ തന്നെ വാതിൽ തുറന്നു. വാതിൽ തുറന്നു നോക്കുമ്പോൾ സുരേഷിൻ്റെ ഒരു സുഹൃത്താണ് അനൂപ്. അപ്പോൾ അവർ വാതിലേക്ക് ഇങ്ങനെ മാറി നിന്നു. സുരേഷ് ഏട്ടൻ എവിടെയാണെന്ന് ചോദിച്ചു. അപ്പോൾ സുരേഷ് ഏട്ടൻ കുളിക്കാണ് പറഞ്ഞു. അപ്പോൾ അനൂപ് പറഞ്ഞു, ഞാൻ പിന്നെ ഒരു സമയത്ത് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ പോകുന്നതിൻ്റെ മുമ്പ് ചേച്ചി ആ ടവലൊന്ന് മാറ്റുമോ എന്ന് ചോദിച്ചു. ആ ടർക്കി ഒന്ന് അല്പസമയം ഒന്ന് മാറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇവർ ഈ ചോദ്യം കേട്ടപ്പോൾ ആകെ അത്ഭുത സ്തബ്ധരായി. അത് മാറ്റുകയാണെങ്കിൽ 500 റിയാൽ ഞാൻ തരാമെന്ന്. വേറെ ഒന്നും വേണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റിയാൽ മതിയാണ്. അതിൽ ഇവരിങ്ങനെ ആലോചിച്ചപ്പോൾ വെറുതെ കിട്ടുന്നത് 500 റിയാലല്ലേ. അവരത് മാറ്റി ഉടനെ അടച്ചു വെച്ചു, വാതിലടച്ചു. അയാൾ പോയി വനജ റൂമിലേക്ക് കയറി വന്നു. അത് കഴിഞ്ഞ് സുരേഷ് കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇവരോട് ചോദിക്കുകയാണ്, ആരെ വന്നിരുന്നു എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വനജ പറഞ്ഞു, അത് നിങ്ങളെ സുഹൃത്ത് അനൂപാണ് വന്നത് കാരണം. അപ്പോൾ ഭർത്താവ് പറയാണ്, എനിക്ക് 500 റിയാൽ തരാനുണ്ടായിരുന്നു, എൻ്റെ അടുത്ത് കടം വാങ്ങിയതാണ്, അത് തരാൻ വന്നതായിരിക്കും എന്ന് പറഞ്ഞു. അവിടെ കഥ അവസാനിക്കുകയാണ്. ബാക്കി ആ കഥയുടെ എന്താണ് എന്നൊക്കെ ഉള്ളത് വായനക്കാർ തീരുമാനിക്കണം. ഇങ്ങനെ വല്ലാത്ത ഒരു കഥാന്ത്യത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സ്വഭാവമുണ്ട്. അത് കവിതയിലുണ്ടത്. കവിതയിൽ ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ പവിത്രൻ തീക്കുനിയുടെ ഒരു കവിത ഉണ്ട്, മതിൽ എന്നാണ് അതിൻ്റെ പേര്. അത് സത്യത്തിൽ അതിലൊന്നുമില്ല, പക്ഷേ അത് വായിച്ചു വരുമ്പോൾ, നിന്റെ വീടിന് ഞാൻ കല്ലെറിഞ്ഞിട്ടില്ല, ഒരിക്കൽ പോലും അവിടത്തേക്ക് എത്തി നോക്കിയിട്ടില്ല, നിന്റെ തൊടിയിലോ മുറ്റത്തോ വന്നെൻ്റെ കുട്ടികളൊന്നും നശിപ്പിച്ചിട്ടില്ല, ചൊരിഞ്ഞിട്ടില്ല നിന്റെ മേൽ ഞാനൊരു അപരാധവും, ചോദ്യം ചെയ്തിട്ടില്ല നിന്റെ വിശ്വാസത്തെ, തിരക്കിയിട്ടില്ല നിന്റെ കൊടിയുടെ നിറം, അടുപ്പെരിയാത്ത ദിനങ്ങളിൽ വിശപ്പിനെ തന്നെ വാരി തിന്നുമ്പോഴും ചോദിച്ചിട്ടില്ല നിന്നോട് കടം. എന്നിട്ടും എൻ്റെ പ്രിയപ്പെട്ട അയൽക്കാര, നമ്മുടെ വീടുകൾക്കിടയിൽ പരസ്പരം കാണാനാകാത്ത വിധം എന്തിനാണ് ഇങ്ങനെ ഒരെണ്ണം നീ കെട്ടിയുയർത്തിയത്? അതിൻ്റെ അവസാനത്തെ വരിയിൽ മാത്രമാണ് കവിത, ബാക്കിയുള്ളതൊക്കെ വെറുതെ പറഞ്ഞു പോവുകയാണ്. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും എന്തിനാണ് കൂട്ടുകാരാ ഇങ്ങനെ ഒരു മതിൽ? ഈ കവിതയുടെ പേര് തന്നെ മതിൽ എന്നാണ്. സത്യത്തിൽ കഥയായാലും കവിതയായാലും ഒക്കെ ശീർഷകത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ശീർഷകം ഒരുപാട് സംസാരിക്കും. എം.ടി. വാസുദേവൻ നായരൊക്കെ പറയുന്നത്, വരികൾക്കിടയിലുള്ള സ്പേസ് ഉണ്ടല്ലോ, ആ സ്പേസ് പോലും നമ്മോട് സംസാരിക്കുന്നതാണ്. ഇപ്പോൾ കവിതയ്ക്ക് 5 or 8 വരികളെ ഉള്ളൂവെങ്കിലും അത് പുതിയ രീതിയിൽ പ്രസിദ്ധീകരണങ്ങളിലൊക്കെ വരുമ്പോൾ വലിയൊരു പേജ് നിറച്ച് അതിൻ്റെ ലേ ഔട്ട് നടത്തുന്നുണ്ട്. അപ്പോൾ ശീർഷകത്തിന് പോലും വലിയ പ്രാധാന്യമുണ്ട്. നിങ്ങളൊക്കെ ഒരുപക്ഷെ ആരെങ്കിലുമൊക്കെ വായിച്ചിട്ടുണ്ടാകും എം മുകുന്ദൻ്റെ ഹിഗ്ഗിറ്റ എന്ന കഥ. NS മാധവൻ്റെ ഞാൻ പറഞ്ഞ് മുകുന്ദൻ NS മാധവൻ NS മാധവൻ ഒരുപാട് കാലം എഴുതിയിട്ട് പിന്നെ സാഹിത്യത്തിലേക്ക് തിരിച്ചു വന്ന ഒരു കഥയാണത്, ഹിഗ്ഗിറ്റ. സത്യത്തിൽ ആ പേര് കേട്ടാൽ നമ്മൾ വിചാരിക്കുന്നത് ഫുട്ബോൾ സംബന്ധമായ എന്തോ കഥയാണ്. അത് കൊളംബിയൻ ഗോളിയുടെ പേരാണ്. അന്ന് ചാനലുകളിലൂടെയൊക്കെ നിറഞ്ഞു നിന്നിരുന്ന ഫുട്ബോൾ ജ്വരത്തിൻ്റെ ഘട്ടത്തിൽ ഏതൊരാൾക്കും അറിയാവുന്ന ഒരു പേരാണ് ഹിഗ്ഗിറ്റ. ഹിഗ്ഗിറ്റയുടെ പ്രത്യേകത, അദ്ദേഹം കയറിക്കളിച്ച് എതിർ
കക്ഷിയുടെ പോസ്റ്റിലേക്ക് ഗോൾ അടിക്കുന്ന ആളാണ്. ഗോളിയാണ്, ഹിഗിറ്റ എന്ന ഗോളി. ആ ഗോളിയാണ് ഗോളി കളിച്ചു കയറി മറ്റുള്ള പോസ്റ്റിലേക്ക് ഗോൾ അടിക്കുന്ന ആളാണ്. അപ്പൊ ആ ഒരു രീതിയിൽ ഹിഗിറ്റ എന്ന പേര് കൊടുത്തുകൊണ്ട് തന്നെ ആ കഥയുടെ റേഞ്ച് ഒരുപാട് ഉയർന്നു. അദ്ദേഹം പറയുന്നത് വേറൊരു കഥ, പക്ഷേ മറ്റൊരു തലത്തിലേക്ക് അത് ഉയർന്നു. ഇപ്പൊ ഈ അടുത്തിടെ ഞങ്ങളുടെയൊക്കെ ഒരു സുഹൃത്ത്, ബ്ലോഗർ സുഹൃത്തുണ്ട്, നൗഷാദ് അകമ്പാടം. അദ്ദേഹത്തിന്റെ ഭയങ്കരമായ ഒരു വര ഈയിടെ ഫേസ്ബുക്ക് കൂടി പറന്ന് നടന്നു. പുതിയ വിഷയവുമായി ബന്ധപ്പെട്ടതാണ്. പുതിയ വിഷയവുമായി ബന്ധപ്പെട്ടതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മുടി വിഷയം. അപ്പം അതിൽ ആ ഒരു പണ്ഡിതൻ ഒരു മുടിയുമായി ഒരു കുഴലൂത്ത് നടത്തി മുന്നോട്ട് കൊണ്ടുപോകുന്ന നരകത്തിലേക്കാണ്. ബാക്കിലുള്ളത് 1,24,000 എലികളാണ്. സത്യത്തിൽ അതിൻ്റെ പിന്നിൽ വേറൊരു കഥ ഉണ്ട്. ആ കഥ കൂടി വായിക്കുമ്പോഴാണ് അത് കൂടുതൽ നമുക്ക് മനസ്സിലാവുക. ഒരു കുട്ടിക്കഥ ഉണ്ട്, പ്രസിദ്ധമായ ഒരു കുട്ടിക്കഥ വെച്ചിട്ടാണ് ആ വരച്ചിട്ടുള്ളത്. അതായത് ഒരു നാട്ടിൽ എലി ശല്യം കൊണ്ട് ആകെ പൊറുതിമുട്ടി. എവിടെ നോക്കിയാലും എലി. ഓഫീസിലേക്ക് വസ്ത്രം എടുത്തണിയുമ്പോൾ പോക്കറ്റിലൊരു എലി, പാന്റും കീശയിൽ എലി, ഭക്ഷണ സാധനങ്ങളിലേക്ക് എലി. ഇങ്ങനെ എലിയുടെ ശല്യം സഹിക്കവയ്യാതെ അന്നത്തെ ആ നാടിൻ്റെ രാജാവ് ഇങ്ങനെ പറയുകയാണത് ശല്യം തീർക്കാൻ വല്ല മാർഗമുണ്ടോ. അങ്ങനെ ഒരുപാട് ആൾ വന്ന് പരാജയപ്പെട്ട് അവസാനം ഒരു കൊയലൂത്തുകാരൻ വന്നിട്ട്, ചുരുക്കി പറഞ്ഞാൽ കൊയലൂത്തുകാരൻ വന്നിട്ട് അയാൾ പറയാണ് ഞാൻ ഇത് ശരിയാക്കി തരാതെ. അങ്ങനെ ഇയാൾ കൊയലൂതി എല്ലാ എലികളും അദ്ദേഹത്തിൻ്റെ പിറകിലൂടെ ഇങ്ങനെ വന്നിട്ട് അവസാനം ഇയാളൊരു പുഴയിക്കൊണ്ട് ഇറങ്ങുകയാണ്. പുഴയ്ക്ക് ഇറങ്ങുന്നതോടുകൂടി എലികളൊക്കെ ഇറങ്ങിയത് കൂടെ വെള്ളത്തിലായി, എലികൾ ചത്തു. പിന്നീട് അതിൻ്റെ കഥ കുറച്ചുകൂടി ആ ഒരു പശ്ചാത്തലത്തിൽ വായിക്കുമ്പോഴാണ് നമുക്ക് വേറൊരു അർത്ഥം കിട്ടുക. സത്യത്തിൽ തകഴിയും ബഷീറും കാരൂരും ദേവും പൊറ്റക്കാടും ഒക്കെ എഴുതിയത് മിക്കവാറും ഒരേ ന്യൂക്ലിയസിലുള്ള കഥകളാണ്. പക്ഷേ വ്യത്യസ്ത ന്യൂക്ലിയസുകളിലേക്കാണ് പുതിയ കഥ പോയത്. കഥയിൽ മാത്രമല്ല, ഏറ്റവും കൂടുതൽ വ്യത്യാസം വന്നത് കവിതയിലാണ്. കവിതകളിലാണ് ഏറ്റവും കൂടുതൽ മാറ്റം വന്നത്. സത്യത്തിൽ ഈ മാറ്റം നമ്മൾ ഉൾക്കൊള്ളണം. ഇപ്പോഴും ചില ആളുകൾ പറയും എന്താണ് ഇപ്പോൾ വൃത്തല്ല, പ്രാസല്ല, ഇങ്ങനെയുള്ള കവിത ആർക്കും എഴുതിക്കൂടെ, അതിന് വല്ല പ്രയാസമുണ്ടോ? ഇപ്പോഴത്തെ കവിതകൾ എന്ന് പറഞ്ഞാൽ നമ്മളെ മുരിങ്ങാക്കായി കഷ്ണം വെട്ടിയതുപോലെ ഓരോ വാക്കുകൾ വെട്ടി താഴെ വന്ന് അതൊരു കവിത എന്ന രീതിയിൽ പറയുകയാണ്. സത്യത്തിൽ ഈ രംഗത്തുമുണ്ട് കപടന്മാർ, വ്യാജന്മാർ ഈ രംഗത്തുണ്ട്. പക്ഷേ എന്ന് വെച്ച് എല്ലാവരെയും അടച്ചാക്ഷേപിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതുപോലെ തന്നെ ഫേസ്ബുക്കിൽ ഉണ്ടായ വേറെ സംഭവം, അപ്പോൾ അക്ബർ ചാലിയാർ, അദ്ദേഹം സത്യത്തിൽ ഈ ആധുനിക കവിത മൂപ്പർക്ക് ഇഷ്ടമില്ലാത്തൊരു വിഷയമാണ്. ഒന്നാളും മുമ്പൊരിക്കലും ബ്ലോഗ് ഇട്ടതാണ്. ഇപ്പം അടുത്ത് അയാൾ ഇത് വെച്ചിട്ട് തന്നെ കളിയാക്കിക്കൊണ്ടൊരു പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റിൽ ഉറുമ്പിൻ കണ്ണിലെ സൂര്യൻ, അതുപോലെ മത്സ്യകന്യകയുടെ വളകിലിക്കെന്നൊക്കെ പറഞ്ഞിട്ട് അത് 2 വരികൾക്ക് വല്ല ഇഷ്ടപ്പെട്ടു. അത് വെച്ച് ഞാൻ കമൻ്റ് അതിന് അടിച്ചിരുന്നു. അപ്പോൾ അത് വന്നു കഴിഞ്ഞപ്പോൾ അതിന് ഒരുപാട് കമൻറ്റുകൾ. ആ കമൻറ്റുകളിലൊക്കെ ഉള്ള ഒരു പ്ലസ് പോയിന്റ്, അവിടെയാണ് നമ്മൾ ശ്രദ്ധ പതിയേണ്ടത്. പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം വിചാരിക്കാത്ത അർത്ഥതലങ്ങളിലൂടെ പല ആളുകളും പോയി എന്നാണ്. ഞാനൊരു കവിത വായിക്കുമ്പോൾ ഞാൻ ഉൾക്കൊള്ളുന്ന ആശയമല്ല നിങ്ങളൊരു കവിത വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകും. അവിടെയാണ് അതിൻ്റെ വിജയം. വ്യംഗ്യമായി പറഞ്ഞ് പുതിയ അർത്ഥതലങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുക, അതാണ് പുതിയ കവിതയുടെ രീതി. പറയുന്നതൊന്ന്, വിചാരിക്കുന്ന മറ്റൊന്ന്. ഇനി ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, കുഞ്ഞുണ്ണി മാഷ് എല്ലാവരും അറിയാലോ. കുഞ്ഞുണ്ണി മാഷ് സാധാരണ എവിടേക്ക് പോവുകയാണെങ്കിലും അദ്ദേഹം ഒരു പുതിയ കവിത ചെല്ലും, ചെറിയ ഈ 2 വരികളിലെ കവിത ചെല്ലും. പക്ഷെ ഒരു പരിപാടിക്ക് ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് കവിത ചെല്ലാൻ കിട്ടുന്നില്ല. എങ്ങനെ ആലോചിച്ചിട്ടും പുതിയ കവിത വരുന്നില്ല. അങ്ങനെ അദ്ദേഹം ബാത്റൂമിൽ പോയി ഒരു ബീഡി വലിക്കാൻ വിചാരിച്ചു. തീപ്പെട്ടി നോക്കുമ്പോൾ പോക്കറ്റിലില്ല, ബീഡിയില്ല, ഇതൊന്നുമില്ല. അവസാനം വേറൊരാളടുത്തുനിന്ന് ഒരു ബീഡി വാങ്ങി വലിച്ചു. അത് വെറുതെ ഇദ്ദേഹം ഒരു ബീഡി തരൂ, ഒരു തീപ്പെട്ടി തരൂ, ഒരു തീപ്പെട്ടി കൊള്ളി തരൂ, ഒരു ചുണ്ട് തരൂ, ഞാനൊന്ന് വലിച്ച് രസിക്കട്ടെ, ആഞ്ഞു വലിക്കാൻ ഒരു ചുണ്ട് തരൂ. ഇത് അദ്ദേഹം വെറുതെ അങ്ങ് പാടി കഴിഞ്ഞതിന് ശേഷം യാതൊരു പ്രതീക്ഷയില്ലാതെ പാടിയതാണ്. ആ പരിപാടി കഴിഞ്ഞു പോകുമ്പോൾ അപ്പം തന്നെ ആ കവിത ഹിറ്റായി. എന്താ കാരണം? സത്യത്തിൽ അതിൽ അദ്ദേഹം പ്രതിപാദിക്കുന്നത് പുതിയ തലമുറയുടെ, പുതിയ ജനറേഷൻ്റെ അലസതയെയാണ് അതിൽ കാണിക്കുന്നത്. ജീവിതം ആസ്വദിക്കണം,
അതിന് ഏത് മാർഗവും സ്വീകരിക്കാം, മറ്റുള്ളവൻ്റെത് എരന്ന് വാങ്ങിയിട്ടായാൽ പോലും ജീവിതം ആസ്വദിക്കാം എന്ന വലിയ ഒരു അർത്ഥതലത്തിലേക്കാണ് ആ കവിത പോയത്. സത്യത്തിൽ കവിതകളൊക്കെ അങ്ങനെ തന്നെ, പക്ഷെ അതിനെ മൊത്തം അടച്ചാക്ഷേപിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഉദാഹരണം, എൻ്റെ ഒരു 4 വരി കവിതകൾ, 4 വരി മാത്രമേ ഉള്ളൂ. അത് വെറുതെ ജസ്റ്റ് ഒരു കവിതക്ക് ഞാൻ എഴുതിയ ഒരു കമൻ്റാണ്. പക്ഷെ അത് ആളുകൾ ഏതെല്ലാം രീതിയിൽ ഉൾക്കൊണ്ടു എന്നതിനൊരു ഉദാഹരണം പറയാൻ വേണ്ടി മാത്രം ഞാനിവിടെ വായിക്കുകയാണ്. 0 എന്നാണ് ആ കവിതൻ്റെ പേര്. ചെറുപ്പത്തിൽ എൻ്റെ വലിയ മോഹം ഒരു ഹീറോ പേന, പിന്നീട് ഹീറോ സൈക്കിളിനോടും മോഹം വലുതായി, പിന്നെയാണ് ഹീറോ ഹോണ്ടയ്ക്ക് കൊതിയാവുന്നത്. നാളുകൾ കഴിയവേ ഒരു ഹീറോ ആവണമെന്നായി, ഒടുവിൽ ഞാനിപ്പോൾ വെറും 0. ഇതാണ് കവിത. സത്യത്തിൽ ഇതിലെന്താ ഉള്ളതെന്ന് ചോദിച്ചാൽ അതിലൊന്നുമില്ല. പക്ഷേ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് താൻ. ഈ കവിതയുടെ ഒക്കെ നിലവാരം അതാണ്. നമ്മുടെ സഹൃദയന്റെ മനസ്സിലെ വിശാലതക്കനുസരിച്ചാണ് അത് മുന്നോട്ട് പോവുക. ഏതൊരു വിഷയം അങ്ങനെ തന്നെ. നിങ്ങൾ കാണുന്ന കാഴ്ചപ്പാടിലൂടെയല്ല ഞാൻ കാണുന്നത്. ഒരു മദ്യവിരുദ്ധ ക്ലാസ് നടക്കുകയാണ്. അപ്പോൾ അവിടെ അദ്ദേഹം എന്ത് ചെയ്തു? ഒരു 2 ഗ്ലാസ്സിൽ പച്ചവെള്ളം, ഒരു ഗ്ലാസ്സിൽ ഒരു മണ്ണിരയെ ഇട്ടു പച്ചവെള്ളത്തിൻ്റെ, മറ്റൊരു ഗ്ലാസ്സിൽ മദ്യം, അതിലും ഒരു മണ്ണിരയെ ഇട്ടു. അങ്ങനെ എന്തെങ്കിലും ക്ലാസ് ഇങ്ങനെ തുടർന്നു. എല്ലാവരും നോക്കുമ്പോൾ ഗ്ലാസ് കിടക്കുക, എല്ലാ ആളുകൾ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ ഈ മദ്യവിരുദ്ധ ക്ലാസ്സാണ്. അപ്പോൾ ഈ മദ്യത്തിൻ്റെ ദൂഷ്യവശങ്ങൾ ജനങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം കാണിച്ചു കൊടുത്ത് മനസ്സിലാക്കി കൊടുക്കുന്നത്. പറഞ്ഞ് മനസ്സിലാക്കുന്നതിലേറെ കാണിച്ചു കൊടുത്താൽ മനസ്സിലാവുമെന്ന് വിചാരിച്ചിട്ടാണ് അദ്ദേഹം ചെയ്യുന്നത്. അപ്പോൾ പച്ചവെള്ളത്തിലെ മണ്ണിര അടിച്ചു പൊളിച്ച് അതിൽ വളഞ്ഞ് പൊളഞ്ഞ് കളിച്ച് നീന്തി നീരാടാണ്. എന്നാലോ മദ്യം ഒഴിച്ച് ആ ഗ്ലാസ്സിലെ മണ്ണിര അത് ദ്രവിച്ച് പോയി പറ്റ ഒന്നും അല്ലാതെ ആയി. ആ പച്ചവെള്ളം ആകെ കലങ്ങി ഈ മണ്ണിരയുടെ ബോഡിയെല്ലാം ചേർന്നിട്ട്. അങ്ങനെ ക്ലാസ് കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഗ്ലാസ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹം ചോദിച്ചു, മദ്യത്തിൻ്റെ ഗ്ലാസ് ഉയർത്തിപ്പിടിച്ച് ചോദിച്ചു, ഇതിന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി എന്ന് ചോദിച്ചു. അതിൽ കൂട്ടത്തിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റെന്ന് പറഞ്ഞു, മദ്യം കഴിച്ചാൽ വയറ്റിലെ കൃമികളൊക്കെ നശിക്കും എന്ന് പറഞ്ഞു. വിരശല്യം ഇല്ലാതെയാവും, അതിന് ഏറ്റവും നല്ല മരുന്നാണ് മദ്യം. സത്യത്തിൽ കവിതയുടെ വായന ഇതാണ്. പണ്ടത്തെ കാലത്ത് കവിത എന്ന് പറഞ്ഞാൽ ഭാവഗീതങ്ങളാണ്. ശീതം താഴച്ചോരു ഹേമന്ത കാലവും അമന്തം പോന്നിങ്ങു വന്നൂതപ്പോൾ, പാലാഴി തൂവെള്ളം തൂകുന്ന പോലെ നൽ പ്രാലേയം തൂകി തുടങ്ങിയതെങ്ങും, ചണ്ടേനായുള്ളൊരു പങ്കജനാഥൻ തൻ മണ്ഡലം മങ്ങിച്ചാമഞ്ഞു കൂടി, കെൽപ്പില്ലായാതോർക്കു മൊപ്പുണ്ടായി മേവൂകിൽ കെൽപ്പേരെ വെന്നിടാമെന്നേയുള്ളൂ. ഇത് ഒരു 28 വരി 40 വരിയുണ്ട് സംഭവം. എന്താ സംഭവം? ഹേമന്തം വരുമ്പോൾ എന്നാണ് ഹെഡിങ്. അതായത് തണുപ്പ് കാലം വരുമ്പോൾ പ്രകൃതിക്ക് എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാവുമെന്നാണ് അതിൽ വിശദീകരിക്കുന്നത്. ആദ്യം മുതൽ അവസാനം വരെ പറഞ്ഞു പോരുന്നതും ഈ തണുപ്പ്, പ്രകൃതി, അതിന് കുറെ ഉപമയും ഉൽപ്രേക്ഷയും അലങ്കാരവും സന്ധിയും സമാസവും ഗുരുവും ലഘുവും എന്നൊക്കെ പറഞ്ഞ് ആ വിഷയത്തിൽ വൃത്തങ്ങളൊക്കെ പഠിക്കാൻ തന്നെ എന്താ പ്രയാസം. ശതകാകളി വൃത്തത്തിൽ 2-ാം പാദത്തിൽ അന്ത്യമാം 2 അക്ഷരം കുറച്ചിടിൽ അത് മഞ്ചരിയായിടും, 3 അക്ഷരം കുറച്ചിടിൽ അതിൽ വളാഞ്ചേരിയായിടും. അതുപോലെ നനയമായ യുഗമെട്ടിൽ തട്ടണം മാലിനിക്ക് 18 കിട്ടണം തങ്കമണിക്ക്. ഇങ്ങനെ രീതിയിലുള്ള വൃത്തങ്ങളും ഗുരുവും ഒക്കെ വെച്ച് പ്രാസമൊപ്പിക്കാൻ വേണ്ടി വളരെ പ്രയാസപ്പെട്ട് എഴുതിയിരുന്ന ഒരു കാലമായിരുന്നു പണ്ടത്തെ കാലം. അതിൽ പറയുന്നത് മുഴുവനും ഇതുപോലുള്ള വിഷയങ്ങളാണ്. കഥകൾ പോലും കവിതയാക്കി വന്നിരുന്ന കാലമുണ്ട്. നെടിയ മല കിഴക്കും നേരെയാ താഴിമേക്കും വടിവിലലുകയായി തഞ്ചിടും വഞ്ചി നാടേ, അടിയനിൽ അറിയിക്കാം അബ്ദി കാഞ്ചിക്കു നീയേ, മുടി നടുവിൽ വിളങ്ങും മുഖ്യ മാണിക്യരത്നം, അനഗതപ്പെടും അമ്മേ വത്സലത്വത്തിനാൽ നിൻ സ്തനഗിരികൾ ചുരത്തും നൽപയസ്സൽപമന്യേ, ദിനമനു പരിപാനം ചെയ്യുകയാൽ എന്നിലുണ്ടാം അനവധി ചെറുധാന്യം പുഷ്ടി പൂണ്ടുല്ലസിപ്പു. ഒരു കവിതയാണ്. ഇത് മനസ്സിലായി? ഒരു കടകടകടകടകടകടകടകടോന്ന്
പറഞ്ഞു പോകുന്ന ഒരു രീതിയാണ്. ആ വരി ഒരു വരി വായിക്കണമെങ്കിൽ പോലും അന്ന് നമ്മൾ ഒക്കെ പഠിക്കുന്ന കാലത്ത് അസിസി ഗൈഡോ വി ഗൈഡോ വായിച്ച് പഠിക്കണം. ഇപ്പൊ ഇവിടെ നേരത്തെ നിങ്ങൾ കേട്ട പോലെ സീറോ സീറോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയുന്നത് അതല്ല വിഷയം. വിഷയം മറ്റൊന്നാണ്. അതാണ് ആധുനിക കവിതയുടെ പ്രാധാന്യം. പഴയ കാലത്തെ കുറ്റപ്പെടുത്തി സംസാരിക്കല്ല, പക്ഷേ ചില മാറ്റങ്ങൾ. ഇപ്പൊ നമ്മളിപ്പോഴും പഴയ കാളവണ്ടി യുഗത്തിലേക്ക് പോകണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ലല്ലോ. മറ്റൊരു കവിത കൂടെ ശ്രദ്ധിക്കുക. കോഴിയമ്മ എന്ന കവിതയാണ് വിഷ്ണു പ്രസാദിൻ്റെ. ഇത് വായിച്ചാൽ ഭയങ്കര രസമാണ്. ഒന്ന് ശ്രദ്ധിക്കുക. ഒരു മുട്ടയിട്ടതിന് ഇത്രയധികം നിലവിളിക്കാനുണ്ടോ എന്ന് ജിമ്മി എന്ന നായ ചോദിച്ചു. നന്ദിനിക്കുട്ടി എന്ന പശു ചോദിച്ചു. പഞ്ചവർണം എന്ന തത്ത ചോദിച്ചു. ഒക്കത്ത് നിറയെ ചക്കക്കുട്ടികളുമായി നിൽക്കുന്ന പ്ലാവമ്മ ചോദിച്ചു. ആകാശവാണിയിൽ നിന്ന് ഒഴുകി വരുന്ന യേശുദാസ് ചോദിച്ചു. തെങ്ങോലയിൽ തൂങ്ങുന്ന കാറ്റ് ചോദിച്ചു. കുട്ടിയും കോലും കളിക്കുന്ന കുട്ടികൾ ചോദിച്ചു. വാഴകളും ചേമ്പുകളും ചോദിച്ചു. വെളിച്ചെണ്ണ തേച്ച വെയിൽ ചോദിച്ചു. കുളിച്ചലക്കി തീണ്ടാരി പുതപ്പ് പായിൽ പൊതിഞ്ഞു വരുന്ന തങ്കമണി ചോദിച്ചു. ആര് ചോദിച്ചിട്ടെന്താ? നിലവിളിച്ചു കൊണ്ടേയിരുന്നു കോഴിയമ്മ. പിന്നെയും ചോദ്യങ്ങളുണ്ടായി. ഇങ്ങനെ നിലവിളിച്ചത് കൊണ്ട് ഒരു ഓംലെറ്റ് ഉണ്ടാക്കാൻ എടുത്തുകൊണ്ടുപോയ മുട്ട തിരിച്ചു കിട്ടുമോ? ഇങ്ങനെ നിലവിളിച്ചത് കൊണ്ട് നാളെ മുതൽ മുട്ടയിടലിൽ നിന്ന് വിടുതി കിട്ടുമോ? ഇങ്ങനെ നിലവിളിച്ചത് കൊണ്ട് നിന്റെ ത്യാഗ മനസ്ഥിതി മനസ്സിലാക്കി വിരുന്നുകാർ വരുമ്പോൾ നിന്നെ അറുക്കാതിരിക്കുമോ? നിന്റെ നിലവിളി ഒരു ആഹ്വാനമായി സ്വീകരിച്ച് കോഴികളായ കോഴികളൊക്കെ സംഘടിക്കുമോ? ഭരണഘടന തിരുത്തുമോ? ഇതൊക്കെ കേട്ട് നിങ്ങളൊക്കെ ആരാ എന്താ? ഞാനിട്ട മുട്ട, ഞാനിട്ട കരച്ചിൽ എന്ന് പരിഹസിച്ചുകൊണ്ട് കോഴിയമ്മ ഒറ്റ ഓട്ടം വെച്ചു കൊടുത്തു എന്നാണ്. ഇന്ന് നമുക്ക് എന്തേ മനസ്സിലായത്? ഇതാണ് ആധുനിക കവിത. ഇത് വായിച്ചിട്ട് എനിക്കൊന്നും മനസ്സിലായില്ലെങ്കിൽ ഞാൻ പറയാണ്, എന്താണ് ആ ചങ്ങായി എഴുതിയിരിക്കുന്നത്? കോഴിയമ്മ എന്നൊക്കെ പറഞ്ഞ് കവിത എഴുതാൻ പറ്റുമോ? ഒരു കോഴിമുട്ട ഇട്ടീന് വേറെ കുറെ ആൾക്കാർ ചോദിച്ചു എന്ന് പറഞ്ഞ്. പക്ഷേ അതാണ് കവിത. ഇതിൽ മാത്രമല്ല, കഥയിലുമുണ്ട് ഇത്തരം പരീക്ഷണങ്ങൾ. എം മുകുന്ദൻ്റെ കുളിമുറി എന്ന് പറഞ്ഞ കഥ ഉണ്ട്. അത് വായിച്ചാൽ നമ്മളൊക്കെ അയാളെ പോയി അടിക്കും മനസ്സിലായിട്ടില്ലെങ്കിൽ. എം മുകുന്ദൻ്റെ കുളിമുറി പറഞ്ഞൊരു കഥ ഉണ്ട്. അതിലെന്താ സംഭവം എന്നറിയോ? തൻ്റെ മുറപ്പെണ്ണ് കുളിക്കുകയാണ്. അപ്പോൾ ബാത്റൂമിൽ പോയി ഒളിഞ്ഞു നോക്കി നിൽക്കണം കഥാപാത്രത്തിന്. അതിന് ഇദ്ദേഹം ഒരു ഈച്ചയായെങ്കിൽ എന്ന് ആഗ്രഹിക്കുകയാണ്. ഈച്ചയായെങ്കിൽ എന്ന് ആഗ്രഹിച്ച അവസാനം ഒരു ഈച്ചയായി കുളിമുറിയിൽ കാത്തിരിക്കുകയാണ്. അങ്ങനെ ഇവർ കുളിക്കാൻ വരുന്നതിൻ്റെ മുമ്പ് ഒരു പല്ലി വന്ന് ഈ ഈച്ചയെ ഒറ്റപ്പെടുത്തും. അതാണ് കഥ. അത് ആ രീതിയിൽ വായിക്കുന്ന ഒരാൾക്ക് ആണ് അതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാവും. അത് മനസ്സിലാകാത്ത ആൾക്ക് എന്താ ഇപ്പോൾ അയാൾ എഴുതിയെന്ന് തോന്നും. അപ്പോൾ പുതിയ ആധുനിക കവിതകൾ ഈ രീതിയിലാണ്. കഥകളും അങ്ങനെ തന്നെ വ്യംഗ്യമായി പറഞ്ഞ് മറ്റൊരർത്ഥതലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. അവിടെയാണ് പുതിയ സൃഷ്ടി വിജയിക്കുന്നത്. സാധാരണ ചില കഥകൾക്ക് ശേഷം പറയുന്ന കേട്ടില്ലേ, ഗുണപാഠം എന്ന് പറയാറുണ്ടല്ലോ സാധാരണ. അത് പുതിയ രീതിയിൽ പറയാനേ പറ്റില്ല എന്നാണ്. കാരണം വായനക്കാർ തീരുമാനിക്കട്ടെ. വായനക്കാർക്ക് മാധവിക്കുട്ടി പറഞ്ഞത് കഥ ഒരിക്കലും പൂർണ്ണമായി അവസാനിപ്പിക്കരുത് എന്നാണ്. അവിടെ കുറച്ച് ഡോട്ടുകൾ വേണം, പൂരിപ്പിക്കാൻ വേണം. അങ്ങനെ പൂരിപ്പിച്ച് അതിലേക്ക് വരുമ്പോഴാണ് സമയം തീരണേ അല്ലേ, അതിലേക്ക് വരുമ്പോഴാണ് തന്നെ ആ ഡോട്ട് ഇട്ടിട്ട് അത് പൂരിപ്പിക്കേണ്ട ഉത്തരവാദിത്വം ശരിക്ക് നമ്മുടെ വായനക്കാരാണ്. അപ്പോൾ പുതിയ കവിതകൾ, പുതിയ കഥകൾ, ഇതൊക്കെ ആധുനിക കാലത്തിനോടൊപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. പുതിയ രാഷ്ട്രീയ വിഷയങ്ങളടക്കം കഥകളിൽ വരുന്നുണ്ട്. ഇപ്പോൾ ബാബരി മസ്ജിദ് തകർന്ന സമയത്ത് NS മാധവൻ്റെ ഏറ്റവും പ്രസിദ്ധമായ ഒരു കഥ വന്നു, തിരുത്ത്. ഇന്ദിരാഗാന്ധി മരിച്ചപ്പോൾ അദ്ദേഹം വേറൊരു കഥ എഴുതി, വൻമരങ്ങൾ വീഴുമ്പോൾ. ഇങ്ങനെ ആധുനികമായ വിഷയങ്ങൾ അതൊക്കെ ചർച്ച ചെയ്താലേ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. പണ്ട് കുറേ വിശപ്പ്, കുറേ ദാരിദ്ര്യം ഒക്കെ പറഞ്ഞ് അതുപോലെ ഇനിയും കഥയും കവിതയും എഴുതണമെന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്ന് കവികൾ ഇഷ്ടം പോലെ ഉണ്ട്,
കാരണം ആർക്കും എന്തും ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ കവിതക്കുള്ളത്. ഫേസ്ബുക്ക് കൂടി വന്നതോടുകൂടെ ഒരു വാചകം 4 കഷ്ണാക്കി കണ്ട് എഴുതി പോയാൽ അത് കവിതയാണ്. പക്ഷേ വ്യാജന്മാരുണ്ടെങ്കിലും ഈ രംഗത്ത് നല്ല മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ കഥ, കവിത ഇതിനെക്കുറിച്ച് വളരെ സംഗ്രഹിച്ച് മാത്രമേ ഞാൻ പറയുന്നത്. ഇനി മറ്റൊരു വിഷയം പറയാനുള്ളത് നോവലാണ്. നോവൽ കഥയുടെ തന്നെ മറ്റൊരു വിപുലീകരിച്ച രൂപമാണ്. പെട്ടെന്ന് മനസ്സിലാവണമെങ്കിൽ ഒരുപാട് ബോഗികളുള്ള ഒരു ട്രെയിനാണ് നോവല്. അതിലെ ഒരൊറ്റ ബോഗി മാത്രമാണ് ചെറുകഥ. കഥ എന്ന് പറഞ്ഞാൽ അത് ഒരു ന്യൂക്ലിയസിൽ ഒതുങ്ങി, അല്ലെങ്കിൽ കഥാപാത്രം, ആ കഥാപാത്രത്തിനെ വെച്ചുകൊണ്ട് ഒരുപാട് സംഭവങ്ങൾ, അതിലൂടെ ആശയങ്ങൾ, അതിലൂടെ സന്ദേശങ്ങൾ, ഇതാണ് കഥയായാലും കവിതയായാലും ഒക്കെ നാം ഉപയോഗിക്കുന്നത്. അപ്പോൾ കഥ നോവലൊരു പുഴയാണെങ്കിൽ കഥ ഒരു തടാകമാണ്, അതല്ലെങ്കിൽ ഒരു കുളമാണ്. ഇനി നമുക്ക് പറയാൻ മറ്റൊരു വിഷയം ലേഖനങ്ങളാണ്. ലേഖനങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത്യാവശ്യം എഴുതാൻ അറിയുന്നവർക്കൊക്കെ എഴുതാം. അതിന് സർഗ പ്രതിഭ വേണമെന്ന ആവശ്യമില്ല. അതിന് വേണ്ടത് നാം ഒരു വിഷയം തിരഞ്ഞെടുത്ത് നമ്മുടെ ചിന്തകളും വീക്ഷണങ്ങളും കാഴ്ചപ്പാടുകളും അതിൽ ഉൾപ്പെടുത്തണം. അതിന് പുറമെ ആ വിഷയവുമായി നമുക്ക് പഠിക്കാവുന്നിടത്തോളം പഠിക്കാം. അതിനുശേഷം ഓരോ വിഷയാസ്പദമാക്കി ലേഖനത്തിന് ആമുഖം വേണം, അതിൻ്റെ മധ്യഘട്ടം വേണം, അവസാനം വേണം, എന്തെല്ലാം ചേർക്കാമോ അതൊക്കെ ചേർക്കാം. അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് ഒരു ലേഖനവും മഹത്തായ ലേഖനമാകുന്നത്. പക്ഷേ ലേഖനം എഴുതുന്നവനെ സാഹിത്യകാരൻ എന്ന് വിളിക്കാൻ പറ്റില്ല. കാരണം സുകുമാർ അഴീക്കോട് എഴുത്തുകാരനായിരുന്നു, സുകുമാർ അഴീക്കോട് സാഹിത്യകാരനല്ല. എന്നാൽ മുകുന്ദനോ അല്ലെങ്കിൽ പുന്നത്തിൽ കുഞ്ഞബ്ദുള്ളയോ അല്ലെങ്കിൽ സുഭാഷ് ചന്ദ്രനോ അതല്ലെങ്കിൽ KR മീരയോ ഒക്കെ അവർ സാഹിത്യകാരന്മാരും സാഹിത്യകാരിമാരുമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഭാവന, അതുപോലെ സങ്കല്പം, ഇതെല്ലാം കൂടെ സംലയിപ്പിച്ചുകൊണ്ട് എഴുതുമ്പോഴാണ് സാഹിത്യകാരനാകുന്നത്. സാഹിത്യകാരന്മാരെയൊക്കെ എഴുത്തുകാരന്മാരെന്ന് പറയാം. എന്നാലോ എഴുത്തുകാരൊക്കെ സാഹിത്യകാരന്മാരല്ല താൻ. അപ്പം നാം നമ്മുടെ അഭിരുചി എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് എഴുതി പോകേണ്ട ഒരു രീതി സ്വീകരിച്ചാൽ മതി. ഇപ്പോൾ പഴയ അപേക്ഷിച്ച് എഴുത്തിനൊക്കെ ഒരുപാട് സ്വതന്ത്രമായ ലോകമാണ്. ഇപ്പോൾ ഞാനിവിടെ വന്ന കാലത്തൊക്കെ നമ്മളൊക്കെ ഒരു കവിത പ്രസിദ്ധീകരിക്കണമെങ്കിൽ ആദ്യം നമ്മൾ മലയാളം ന്യൂസൊക്കെ അയച്ചു കൊടുക്കണം, ഇങ്ങനെ സാധനം അയച്ചിട്ടുണ്ടെന്ന് പറയണം. പിന്നെ അവർ കരുണ കാണിച്ചാൽ, ഔദാര്യം കാണിച്ചാൽ വന്നെങ്കിൽ വന്നു, വന്നിട്ടില്ലെങ്കിൽ വന്നില്ല. ഇപ്പം നമുക്ക് ആരുടെയും കാല് പിടിക്കണ്ട. എഴുതേണ്ടത് നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് പോസ്റ്റ് ചെയ്യാം, അതിന് പറ്റിയ ലേഔട്ട് നടത്താം. ഇതൊക്കെ ചെയ്യുമ്പോഴും എഴുത്തുകാർ എന്ന രീതിയിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനമായ ഒരു വിഷയം, നമ്മുടെ ഫേസ്ബുക്ക് തലത്തിലേക്കൊക്കെ വല്ലാതെ വരുത്തുന്ന ഒരു വലിയ വിഷയം ഭാഷാശുദ്ധിയാണ്. അക്ഷരത്തെറ്റുകളുടെ ഘോഷയാത്രയാണ്. കവിത എന്നൊക്കെ പറഞ്ഞ് എഴുതുന്ന വരികളിൽ പോലും ഭൂമി എന്ന് എഴുതാൻ അറിയില്ല, വ്യത്യസ്തം എന്ന് എഴുതാൻ അറിയില്ല, സൃഷ്ടാവ് എന്ന് എഴുതാൻ അറിയില്ല. ഇങ്ങനെ മലയാള ഭാഷയിലെ ഒരക്ഷരവും അറിയാത്ത ആളുകളും ഇന്ന് കവികളാണ്. ബ്ലോഗുകളൊക്കെ കയറിപ്പോയാൽ ഭാഷയെക്കുറിച്ച് ഒന്നും അറിയില്ല. എന്നാൽ അതിനൊക്കെ ആളുകളുണ്ട്, വായിക്കും. ഒരു പക്ഷം ഒരു വിഭാഗത്തിൻ്റെ ഒരു വിചാരം അക്ഷരത്തെറ്റൊരു പ്രശ്നമാക്കേണ്ട കാര്യമില്ല. സത്യത്തിൽ നമ്മളൊക്കെ ഇപ്പോൾ ഈ എഴുത്തിൻ്റെ മേഖലയിൽ വല്ലാത്ത ഒരു വിശാലമായ ലോകമാണ് തുറന്നത്. മലയാളമൊക്കെ നമുക്ക് അടിച്ചു കയറ്റാൻ പറ്റുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമാണ്. സത്യത്തിൽ നമ്മളൊരു വാക്കടിച്ചാൽ അതിൻ്റെ യഥാർത്ഥ പദം എന്താണെന്ന് തിരഞ്ഞെടുക്കാൻ അതിൽ ഓപ്ഷൻ വരുന്നുണ്ട്. അതിൽ നിന്ന് സെലക്ട് ചെയ്താൽ മതി. പക്ഷേ നമ്മൾ ഒന്നുകിൽ നമുക്ക് അറിവില്ലായ്മയാണ്, മറ്റൊന്ന് ഇത്രയൊക്കെ മതി എന്നാണ്, മറ്റൊന്ന് നമ്മൾ മനസ്സിലാക്കിയത് മാത്രമാണ് ശരി എന്ന ഒരു വിചാരം. അപ്പോൾ എഴുത്ത് ആരംഭിക്കുന്നതിന് മുമ്പ് അക്ഷരം എന്താണ് എന്ന് മനസ്സിലാക്കണം. ഒരു പ്രാഥമിക എഴുത്തുകാരന് അത്യാവശ്യമുള്ള വിഷയമാണ് അക്ഷരശുദ്ധി. അതിനെന്ത് വേണം? അതിന് വായിക്കുമ്പോൾ പദങ്ങളെ കൂടെ മനസ്സിരുത്തി വായിക്കണം. PK പാറക്കടവിൻ്റെ ഒരു ചെറിയ കഥ ഉണ്ട്, തിരുത്ത്.
പി കെ പാറക്കടവിനെയും കുഞ്ഞുണ്ണി മാഷിയൊന്നും സാഹിത്യകാരന്മാരല്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. ഇപ്പോൾ കുഞ്ഞുണ്ണി മാഷെക്കുറിച്ച് ടി പത്മനാഭൻ്റെ അഭിപ്രായം അദ്ദേഹം പഴഞ്ചൊല്ലുകൾ മാത്രം പറയുന്ന ആളാണെന്ന്. പി കെ പാറക്കടവിനെ കുറിച്ച് അദ്ദേഹം പീറക്കഥകൾ എഴുതുന്ന പാറക്കടവ് കഥകൾ എന്ന് പറയുന്ന ആളുകളുണ്ട്. ഏതായാലും എല്ലാവർക്കും ഉണ്ടാകും ശത്രുക്കളും, എല്ലാവർക്കും ഉണ്ടാകും അതിൻ്റെ അവലോകനത്തിലെ വ്യത്യാസങ്ങളും ഒക്കെ. പി കെ പാറക്കടവിൻ്റെ ഒരു കഥയാണ് തിരുത്ത്. അപ്പോൾ അതിൽ സംഭവം, ഇയാൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ സാധാരണ നമ്മൾ കാണുന്ന പോലെ കുട്ടികൾ ഇങ്ങനെ സഹായത്തിന് വേണ്ടി ഓരോ കാർഡ് ഇങ്ങനെ പാസ് ചെയ്യാൻ. ആ പാസ് ചെയ്യുമ്പോൾ അതിൽ എൻ്റെ അമ്മ തളർവാദം പിടിച്ച് കിടപ്പിലാണ്, അച്ഛൻ ലോറി അപകടത്തിൽ ചികിത്സയിലാണെന്നൊക്കെ പറഞ്ഞല്ലേ കാർഡാണ്. എല്ലാവരും ഈ കുട്ടിക്ക് എന്തെങ്കിലും സഹായം കൊടുത്തപ്പോൾ ഈ കഥാപാത്രം അയാളുടെ പോക്കറ്റിൽ നിന്നൊരു ചുവന്ന പേന എടുത്തിട്ട് അതിൽ കാണുന്ന അക്ഷര തെറ്റുകൾ തിരുത്തുകയാണ് ചെയ്തത്. അതാണ് തിരുത്ത്. ഒരു പ്രൂഫ് റീഡർ എന്ന് പറഞ്ഞാൽ അതാണ്. അങ്ങനെയുള്ള ഒരാൾ, അക്ഷരം ശ്രദ്ധിക്കുന്ന ഒരാൾക്ക് അക്ഷരത്തെറ്റോടുകൂടെ എഴുതിയാൽ വായന അങ്ങോട്ട് മുന്നോട്ട് പോകില്ല. അപ്പോൾ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ ഒരു എഴുത്തിൻ്റെ മാർഗത്തിൽ വരാൻ താല്പര്യമുള്ളവർ, ആഭിമുഖ്യമുള്ളവർ ശ്രദ്ധിക്കേണ്ട വിഷയം അതാണ്. മറ്റൊന്ന്, വാക്യങ്ങളുടെ ഘടനയും ഇതൊക്കെ നമുക്ക് മറ്റൊരു ഭാഷ, ഇപ്പോൾ ഇംഗ്ലീഷിൽ എന്തെങ്കിലും തെറ്റ് വന്നാൽ, ഒരാൾ നമുക്ക് ഒരു കത്ത് എഴുതുമ്പോൾ അതിൽ തെറ്റ് വന്നാൽ നമ്മൾ അവൻ്റെ തെറ്റി, അവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്നൊക്കെ പറയും. സാധാരണ നമ്മൾ മലയാളത്തിൽ ഒരുപാട് അക്ഷരങ്ങൾ, ഒരുപാട് ശബ്ദങ്ങൾക്ക് ഒരുപാട് അക്ഷരങ്ങൾ ഉണ്ടായതുകൊണ്ടാണ്. ഇപ്പോൾ ക എന്ന അക്ഷരം ക ഗ ഗ ഗ, കക്ക എന്നതിലെ ക, മറ്റൊന്ന് മേഘം എന്നതിലെ ക, മറ്റൊന്ന് ഗഗനം എന്നതിലെ ഗ. ഇങ്ങനെ മിക്ക അക്ഷരങ്ങൾക്കും ഒരേ ശബ്ദമാണെങ്കിലും വ്യത്യസ്തമായ അക്ഷരങ്ങളാണ്. പക്ഷെ ഈ അക്ഷരം മാറുന്നതിനനുസരിച്ച് അർത്ഥം മാറും. അർത്ഥം മാറുമ്പോൾ നമ്മൾ വിചാരിച്ചതല്ല കാണുക. അപ്പോൾ അതുകൊണ്ട് അക്ഷര കൃത്യത എഴുതാൻ ആഗ്രഹിക്കുന്ന ആർക്കും അത് അത്യാവശ്യമാണ്. പണ്ട് ഇതിൻ്റെ ആവശ്യം ഉണ്ടായില്ല. എന്തേ പണ്ട് ആവശ്യമില്ലാത്തിരുന്നു? പണ്ട് നമ്മൾ തെറ്റോടുകൂടെ ഒരു പ്രസിദ്ധീകരണത്തിലേക്ക് ഒരു കഥയോ കവിതയോ അയച്ചു കൊടുത്താലും അവിടെ ഭാഷാ പ്രാവീണ്യമുള്ള ആളുകൾ അവിടെ എഡിറ്റർമാരായിരിക്കുന്നുണ്ട്. അവരത് തിരുത്തും. ശരിക്കും വായനക്കാരുടെയും എഴുത്തുകാരൻ്റെയും ഇടയിലെ സത്യസന്ധനായ മധ്യസ്ഥനാണ് എഡിറ്റർ. വായനക്കാരൻ്റെയും എഴുത്തുകാരൻ്റെയും ഇടയിലെ സത്യസന്ധനായ മധ്യസ്ഥൻ അദ്ദേഹമാണ് തീരുമാനിക്കുന്നത്. ഒരു കഥ ഇപ്പോൾ ഞാൻ അയച്ചു കൊടുത്താൽ അത് വരുന്നില്ല, എന്താ കാരണം? ആ പ്രസിദ്ധീകരണത്തിന് മാത്രം എൻ്റെ സാധനം ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഓരോ പ്രസിദ്ധീകരണത്തിനും അതിൻ്റെതായ നിലവാരമുണ്ട്. ആ നിലവാരത്തിനനുസരിച്ച് അതിൽ പ്രസിദ്ധീകരിക്കുകയുള്ളൂ. അത് അവരുടെ ഉത്തരവാദിത്തമാണ്. ഒരു പ്രസിദ്ധനായ ഒരാൾ എന്ത് പൊട്ടത്തിന് എഴുതിയാലും അതിൽ കൊടുക്കുന്നുണ്ട്. ചിലപ്പോൾ ഒരു പ്രസിദ്ധനായ ഒരാളുടെ ഓർമ്മക്കുറിപ്പിലേറെ നല്ല ഗഹനമായ ഒരു ഓർമ്മക്കുറിപ്പ് ഞാൻ എഴുതി കൊടുത്താലും എൻ്റെ പേര് കാണുന്നതോടുകൂടെ ചവറ്റുകൊട്ടയിലേക്ക് എറിയും. എന്താ കാരണം? അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു കഥ അല്ലെങ്കിൽ ഒരു ഓർമ്മക്കുറിപ്പ് പ്രസിദ്ധീകരിച്ചാൽ അത് ചോദ്യം ചെയ്യാൻ ആളില്ല. കാരണം അയാൾ സെലിബ്രിറ്റിയാണ്. നേരത്തോടെ പറഞ്ഞതുപോലെ എത്ര പെണ്ണുങ്ങൾ പ്രസവിക്കുന്നുണ്ട് ലോകത്ത്? പക്ഷേ ഐശ്വര്യ റായി പ്രസവിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ തുടങ്ങിയില്ലേ ആരവങ്ങൾ? എന്ത് കുട്ടിയായിരിക്കും? ആണായിരിക്കുമോ പെണ്ണായിരിക്കുമോ? ഇനി മനുഷ്യക്കുട്ടി തന്നെ ആയിരിക്കൂലേ എന്നൊക്കെയുള്ള ചിന്തയായിരുന്നു. മാത്രമല്ല അതിൻ്റെ പേരിൽ വലിയ സംഖ്യകൾക്ക് പന്തയം വെക്കുന്ന ഘട്ടം വരെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഈ സെലിബ്രിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓരോ പ്രസിദ്ധീകരണങ്ങൾക്കും അതാതിൻ്റെതായ നിലവാരമുണ്ട്. അതുകൊണ്ട് തന്നെ പ്രസിദ്ധീകരണങ്ങളൊക്കെ നമ്മൾ അയക്കുന്നത് മുഴുവൻ സ്വീകരിക്കും എന്ന ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ സാധിക്കില്ല. അതിനുള്ള ഒരു വിശാലമായ ലോകമാണ് തുറന്നു വന്നിരിക്കുന്നത്. പണ്ടൊക്കെ വായിക്കുന്നവൾ വളരെ കുറവായിരുന്നു. ഇപ്പോൾ വായനക്കാർ കൂടി, അതിലേറെ എഴുത്തുകാർ കൂടി. ഫേസ്ബുക്കൊക്കെ വന്നു നോക്കുമ്പോൾ അതിൻ്റെ വല്ലാത്തൊരു ലോകം തുറന്നു തരാണ്. സത്യത്തിൽ ഒരു കഴിവില്ലാത്ത ആളുകൾ ഈ രംഗത്ത് ഭയങ്കര പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട് അവർക്ക്. കാരണം കുറേ ആളുകൾ കവിത പോസ്റ്റ് ചെയ്യുന്നു, കഥ പോസ്റ്റ് ചെയ്യുന്നു, പുതിയ ചിന്തകൾ പോസ്റ്റ് ചെയ്യുന്നു. എന്നാൽ ഇവനാ ഒന്നും പോസ്റ്റ് ചെയ്യല്ല. അവസാനം ശുഭദിനം എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് പറഞ്ഞു, ഏതെങ്കിലും അവിടുന്ന് ഇവിടുന്ന് കിട്ടിയ കുറേ ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്ത് എങ്ങനെയാണെങ്കിലും സ്വയം പ്രദർശനമാണ് അവിടെ നടക്കുന്നത്.
അതുകൊണ്ട് തന്നെ ബ്ലോഗ് രംഗവും അതിൻ്റെ മറ്റൊരു പതിപ്പാണ്. ഇപ്പം ഞങ്ങളൊക്കെ ഒരു പോസ്റ്റ് ഇട്ടാൽ അത് ലോകം മുഴുവനും അറിയിക്കുന്നത് എങ്ങനെ ഈ ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിൽ കൂടെ കൊണ്ടുപോയി ചാർത്തിട്ടിങ്ങോട്ട് പോരുകയാണ്. അത് ചിലപ്പോൾ ഒരു സാധനം തന്നെ ഒരാഴ്ച അങ്ങനെ ഓടിക്കും. പക്ഷേ അത് ഒരു വട്ടം കണ്ട ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഞങ്ങളെപ്പോലുള്ളവർക്ക് ഭയങ്കര ഗുണമുണ്ട്. കാരണം എത്ര പ്രാവശ്യം ഇട്ടാലും നമ്മൾ ഫേസ്ബുക്കിൽ ഈ ലിങ്ക് ഇട്ടാൽ ആരെങ്കിലുമൊക്കെ വന്നു അവിടെ വായിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ മാർഗങ്ങളൊക്കെ എഴുത്തിൻ്റെ ഈ വിശാലമായ മാർഗം അത് നമ്മൾ ഉപയോഗപ്പെടുത്തിയേ പറ്റൂ. പുതിയ കാലത്തിനോടൊപ്പം സഞ്ചരിക്കുക തന്നെ വേണം. കാരണം എഴുത്തും വായനയും ഒരിക്കലും അവസാനിക്കില്ല. അതിൻ്റെ മാധ്യമങ്ങൾ മാറും. ഇപ്പോൾ ഈയിടെ TP രാജീവൻ ഒരു അഭിമുഖത്തിൽ പറഞ്ഞു, മറ്റേ നമ്മളെ വിദ്യാരംഭമുണ്ടല്ലോ എഴുത്തിനിരുത്തൽ, അത് ഇനി കമ്പ്യൂട്ടറിൻ്റെ മുമ്പിലാക്കണം. വിദ്യാരംഭം മണലിലൊക്കെ എഴുതാനുള്ള ഈ എന്നൊക്കെ നാവിലൊക്കെ എഴുതി കൊടുക്കല്ല, അതിന് പകരം ഇനി കമ്പ്യൂട്ടറിലാക്കണം. ഇപ്പോൾ എഴുത്തല്ല, അടിയാണ്. ആദ്യം അച്ചടിയായിരുന്നു, ഇപ്പോൾ അടിയാണ്. അപ്പോൾ വിശാലമായ ഈ ലോകം, എഴുത്തിൻ്റെ ലോകം, ആ ലോകം വിശാലമായി വരികയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങളുടെ മനസ്സിൽ എന്തൊരു ചിന്താശകലം ഉണ്ടെങ്കിലും അതൊക്കെ ഇന്ന് വായിക്കാൻ ആളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ രംഗത്ത് വരുന്ന ഏറ്റവും വലിയ പ്രശ്നം, കുഞ്ഞിമാഷ ഒരു കവിതയിൽ പറഞ്ഞതുപോലെ, ഒരു കാറ്റടിച്ചപ്പോൾ ഒരു മാമ്പഴം വീണപ്പോൾ ഒരുപാട് പിള്ളേരങ്ങോട്ട് ഓടിച്ചെന്നു, ഉന്തും തള്ളും തിരക്കുമായി മാമ്പഴം ചപ്പിളി പിളിയായി. ഇതാണ് ഇന്നത്തെ ബ്ലോഗിൻ്റെ അവസ്ഥ. ചുരുക്കം പറഞ്ഞ, അപ്പൊ സത്യത്തിൽ ഞാൻ ഈ പറഞ്ഞെടുത്ത് അവസാനിപ്പിക്കുകയാണെങ്കിൽ അതിന് വേറെ ഒരു സൗന്ദര്യമുണ്ട്. ഇനി അതിനെക്കുറിച്ച് വീണ്ടും വിശദീകരിക്കുകയാണെങ്കിൽ അതിൻ്റെ സൗന്ദര്യം നഷ്ടപ്പെട്ടു. അതാണ് ഈ സാഹിത്യത്തിൻ്റെ പ്രത്യേകത. അപ്പൊ ഞാൻ ഈ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് കുറേ ആളുകൾക്ക് അത് ഓടി, ആ ഓടി നിങ്ങളിൽ നിന്നൊരു പുഞ്ചിരിയായി പുറത്തു വന്നു. എന്നിട്ട് ഞാൻ പിന്നെയും വിശദീകരിച്ച് ചർവനം നടത്തി. അതൊരു കാറ്റടിച്ചപ്പോൾ മാങ്ങ വീണു, കുറേ കുട്ടികൾ വന്നു. അപ്പോൾ ഒരു മാങ്ങക്ക് വേണ്ടി എല്ലാവരും ഓടിക്കൂടി, അവസാനം ആർക്കും കിട്ടാതെ ചപ്പിളി പിളിയായി എന്ന് പറയുമ്പോൾ അപ്പോൾ കിട്ടുന്ന ഒരു രസമല്ല, അനുഭൂതിയല്ല നേരത്തെ പറഞ്ഞപ്പോൾ കിട്ടുന്നത്. ആ ബ്ലോഗ് എന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും ആർക്കും എന്ത് എഴുതാന്ന് വന്നു. അങ്ങനെയാണ് ആ രംഗത്ത് ആളുകൾ കൂലം കുത്തി ഒഴുകുകയാണ് അങ്ങോട്ട്. എനിക്ക് ഈ ബ്ലോഗർ എന്നുള്ള ആ പദം തന്നെ ഇഷ്ടപ്പെട്ടില്ല. എന്താണ് ശരിക്കും എഴുത്ത് എന്നുള്ള ആ പേര്, ഈ എഴുത്തുകാരൻ എന്നൊരു പേര് വന്നാൽ എത്ര സന്തോഷമാണ്. ഇത് ബ്ലോഗർ, വൾഗർ, ബർബർഗർ, ഹംബർഗർ എന്നൊക്കെ പറയുന്ന പോലുള്ള, അതായത് നമ്മൾ മലയാളത്തിലെങ്കിലും ഈ ബ്ലോഗർ എന്നുള്ള പേരൊന്ന് മാറ്റണം. എനിക്ക് എൻ്റെതായ ഒരു അഭിപ്രായം. കാരണം എഴുത്തുകാരൻ അല്ലേ, ബ്രോക്കർ, എഴുത്തുകാരൻ എന്ന് പറയുന്നതിന് എന്തൊരു സിംപ്ലിസിറ്റിയാണുള്ളത്. വളരെ സന്തോഷമാണ് കേൾക്കുമ്പോൾ ഒരാൾ എഴുത്തുകാരനാണെന്ന് പറയുമ്പോൾ. അതിന് എഴുത്തുകാരോടൊക്കെ നമുക്ക് തോന്നുന്ന ആ ഒരു മാനസിക സംതൃപ്തിയാണ് ഇന്നൊക്കെ വരുന്നത്. ഇപ്പോൾ അങ്ങനെയല്ല, ബ്ലോഗർ മറ്റത് മറിച്ചത്. അതുകൊണ്ട് തന്നെ അതിൽ ഈ കള്ളി തിരിച്ച് ആളുകളെ വകതിരിക്കാൻ വലിയ താല്പര്യമാണ് ഈ സാഹിത്യ രംഗത്തുള്ള ആളുകൾക്ക്. സത്യത്തിൽ എല്ലാ രംഗത്തുള്ള പോലെ എഴുത്ത് രംഗത്തും ഉണ്ട് ഒമ്പിച്ച ശത്രുതയൊക്കെ, എല്ലാ രംഗത്തും ഉണ്ട് അതേപോലെ തന്നെ. അപ്പോൾ പിന്നെ എന്നോട് തന്നെ ഒരാൾ, ഇപ്പോൾ കഥ എഴുതുന്ന ഒരാൾ എന്നോട് പറയും, ഇജ് കഥ എഴുതരുത്, ഇജ് കവിത എഴുതിക്കോ പറയും. കവിത എഴുതുന്ന ആൾ പറയും, എൻ്റെ കവിത ശരിയില്ല, ഇജ് കഥ എഴുതിക്കോ എന്ന് പറയും. സത്യത്തിൽ ഈ രംഗത്തേക്ക് ഭയങ്കര മത്സരമാണ് നടക്കുന്നത്. പക്ഷേ അവനവന് എന്താണ് എഴുതാൻ തോന്നുന്നത് അതൊക്കെ എഴുതണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പം നേരത്തോടെ പറഞ്ഞ പോലെ ഇപ്പോൾ കവിത എഴുതാൻ പറ്റുന്നെങ്കിൽ കവിത എഴുതിക്കോളും. ഇപ്പോൾ നിങ്ങളൊക്കെ അറിയായിരിക്കും, എൻ്റെ ജ്യേഷ്ഠൻ അബു ഇരിങ്ങാണ്ടി, അദ്ദേഹം കഥ മാത്രമേ എഴുതുള്ളൂ. എന്നെ എപ്പോഴും ചീത്തറി. ചിലപ്പോൾ കുറേ കഥ എഴുതും, കുറേ കവിത എഴുതും, കുറേ അനുഭവം എഴുതും. ഇതിലേതിലെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കുക. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറയും, നെഞ്ച് ധൈര്യം ഉണ്ടെങ്കിൽ ഒന്ന് കവിത എഴുതിക്കാന്ന് പറയും ഞാൻ. പക്ഷെ അദ്ദേഹം കഥയാണ് അദ്ദേഹത്തിന്റെ തട്ടകം. അതിൽ അദ്ദേഹം അങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. നമുക്കൊരു തട്ടകം ഇല്ലാത്തതുകൊണ്ട് പിന്നെ എയിലും പോകാലോ. ആട് തൊടുവ് കിടന്ന പോലെ ഏത് അപ്പയും പോയി കടിക്കാം, വയറള്ളിയും പോയി കടിക്കാം, അതുപോലെ തൊട്ടാവാടിയും പോയി കടിക്കാം, ഈ രീതിയിലാണ് പോകുന്നത്. പക്ഷേ ഏത് എഴുത്താണെങ്കിലും, അത് നേരത്തെ കാസിമൊക്കെ സൂചിപ്പിച്ചു, വാർത്തകളിൽ പോലും അത് ശ്രദ്ധിക്കണം. നമ്മൾ എഴുതി കഴിഞ്ഞ് അതൊന്ന് മൂക്കാൻ വേണ്ടി വെക്കണം. സഡനായിട്ട് എഴുതുന്ന ഏതൊരു സൃഷ്ടിയിലും അതിൽ ഒരുപാട് സ്ഖലിതങ്ങൾ ഉണ്ടാവും. ആരെഴുതിയാലും നേരത്തോടെ പറഞ്ഞല്ലോ, ആരെങ്കിലും ഒരാളെ കാണിക്കണം എന്ന് പറഞ്ഞില്ലേ, അങ്ങനെ കാണിച്ചേ പറ്റൂ. അങ്ങനെ കാണിക്കുമ്പോൾ ഉണ്ടാകുന്ന നമ്മൾ കാണാത്ത വൈകല്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ സത്യത്തിൽ ഇത് മാത്രമല്ല, ഇപ്പോൾ പണ്ടത്തെ കാലത്തൊക്കെ, ഇപ്പോൾ നമ്മളെ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ തന്നെ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ചൂടാകുന്ന സമയത്ത്
ഏറ്റവും നല്ലത് എന്താ അറിയോ? അപ്പോൾ ഫോൺ അവിടെ വെക്കല, കൂടുതൽ മുന്നോട്ട് പോകാതിരിക്കാൻ നല്ലത്. എന്നിട്ട് പിന്നെ ഒരു സമയത്ത് വിളിച്ച് നമുക്ക് സംസാരിക്കാം. അതേ അവസ്ഥ തന്നെ ചില സമയത്ത് നമ്മൾ എഴുതുന്ന സാധനം അതൊരു വസ്തുവിനും കൊള്ളും. പക്ഷെ നമ്മൾ എന്ത് എഴുതിയാലും, പൊട്ട സാധനം എഴുതിയാലും നമ്മളുടെ വിചാരം എന്താ, ഇത് മഹാസംഭവമാണ് എന്ന് നമുക്ക് തോന്നും. വേറൊരാൾ കാണുമ്പോഴല്ലേ അതിൻ്റെ ദോഷം അറിയുള്ളൂ. ഇപ്പം ഞാൻ എൻ്റെ സൃഷ്ടിയെക്കുറിച്ച് എനിക്ക് ഭയങ്കര മതിപ്പുണ്ടായിട്ട് എന്താ കാര്യം? യാതൊരു കാര്യമല്ല. അപ്പോൾ ഞാനൊരു കഥ എഴുതി അത് ഭയങ്കര സംഭവമാണ് എന്ന് ഞാൻ തോന്നിയിട്ട് വേറൊരാൾക്കും അങ്ങനെ അഭിപ്രായം തോന്നിയിട്ടില്ലെങ്കിൽ എന്താ കാര്യം? അപ്പോൾ എന്നെക്കുറിച്ചുള്ള, എൻ്റെ സൃഷ്ടിയെ കുറിച്ചുള്ള നിലവാരം അറിയേണ്ടതും പറയേണ്ടതും മറ്റൊരാളാണ്. അവിടെയാണ് നമ്മൾ ഒന്നുമല്ലാതെ മനസ്സിലാണ്. കാരണം നമ്മൾ ഈ കഥ പ്രസിദ്ധീകരിക്കുന്നതോടുകൂടെ അത് വായനക്കാരൻ്റേത് മാത്രമായി മാറുന്ന ഒരു രീതിയാണ് വരുന്നത്. അതുകൊണ്ട് എനിക്ക് എഴുത്തുകാരോട് പറയാനുള്ളത്, എഴുതണം താല്പര്യമുള്ള ആളുകളോട് പറയുന്നത്, എഴുത്ത് ശരിക്ക് 2 രീതിയുണ്ട് ബ്ലോഗിൽ. പ്രധാനമായും 2 രീതിയാണ് ബ്ലോഗിൽ കാണുന്നത്. ഒന്ന് നമ്മളുടെ ബഷീർ വള്ളിക്കുന്നിൻ്റെ മോഡൽ സാധനം. ഏതാണ് ഏറ്റവും ലേറ്റസ്റ്റ് സാധനം അതിന് മൂപ്പര് പിടികൂടിയിട്ടുണ്ടാവും. ആരെടുക്കുന്നതിൻ്റെ മുമ്പ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല. ഒരു ചൂടുള്ള വിഷയം വന്നാൽ ഏറ്റവും ആദ്യം ചാടിപ്പിടിക്കുന്നത് ബഷീർ വള്ളിക്കുന്നാണ്. ബാക്കിയുള്ള എല്ലാ ആളുകളുടെയും അവസരം അതോടുകൂടെ നഷ്ടപ്പെട്ടു. പിന്നെ ആരെയും എഴുതിയിട്ടും കാര്യമില്ല. അങ്ങനത്തെ ഒരു എഴുത്തുണ്ട്. പിന്നെ ഞങ്ങളൊക്കെ പോലുള്ള ആളുകൾ കഥ ഇതാന്നൊക്കെ പറഞ്ഞാണ്ട് എഴുതുന്നവരാണ്. ഇതിനെക്കുറിച്ച് ചർച്ച വന്നു മലയാളം ബ്ലോഗേഴ്സ് ഗ്രൂപ്പിലാന്ന് തോന്നുന്നു. അതായത് നമ്മളെ സാബു ഹരിഹരൻ എന്ന് പറഞ്ഞ ഒരുത്തൻ, അയാൾ കഥയും കവിതയൊക്കെ എഴുതുന്നതാണ്. അയാൾ പറഞ്ഞു, പിന്നെ ഈ രാഷ്ട്രീയ വിഷയവുമായി ബന്ധപ്പെട്ട ഇങ്ങനത്തെ ലേഖനങ്ങൾ വായിക്കാനൊക്കെ ബ്ലോഗിൽ പോകേണ്ട വല്ല ആവശ്യമുണ്ടോ? ഒരാളുടെ അഭിപ്രായമാണ്. അപ്പോൾ അയാൾ എഴുതുന്നത് കഥയും കവിതയാണ്, അതിലേക്ക് ആൾ വരണമെന്നാണ് അയാളുടെ അഭിപ്രായം. അപ്പോൾ അത് നമ്മൾ ശ്രീജിത്ത് കൊണ്ടോട്ടിയൊരു മറുപടി കൊടുത്തു. ശ്രീജിത്ത് കൊണ്ടോട്ടി പറഞ്ഞത്, കഥയും കവിതയൊക്കെ വായിക്കാൻ ബ്ലോഗിലേക്ക് പോകണോ? വലിയ വലിയ ആൾക്കാർ എഴുതിയ കഥയും കവിതയും വായിക്കാൻ അങ്ങോട്ട് പോയാൽ പോലെ. സത്യത്തിൽ ഈ 2 രീതിയാണ് ഇതിൽ നടക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ വായനക്കാരെ കിട്ടുന്നത് നമ്മുടെ ബഷീർ വള്ളിക്കുന്നിൻ്റെ ആ രീതിയോടാണ്. കാരണം അത് വളരെ പെട്ടെന്ന് ഈ പൂത്തിരി പോലെയാണ്. വല്ലാതെ മിന്നിങ്ങോട്ട് കത്തിയിട്ട് അതേപോലെ അങ്ങോട്ട് കിടും. അത്രേ ആവശ്യമുള്ളൂ അതിൻ്റെ വിഷയം. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു ഹിറ്റായ ഒരു ബ്ലോഗാണ് ഷാഹിദ. ആ ഷാഹിദ അന്നത് എത്ര ഭയങ്കര ശ്രദ്ധിക്കപ്പെട്ട വിഷയമാണ്. ഇപ്പോൾ ആ ഷാഹിദ വായിച്ചാൽ എന്തായിരിക്കും നമ്മളുടെ അവസ്ഥ? അത് പഴങ്കഞ്ഞായി മാറിയില്ലേ? സത്യത്തിൽ ഇങ്ങനെയുള്ള വിഷയങ്ങളുടെ ഒരു 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 പരിമിതിയും അതിൻ്റെ ഒരു ഗുണം അതാണ്. പക്ഷെ ഒരു കഥ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ കവിത എന്ന് പറഞ്ഞാൽ, അത് എക്കാലത്തും അത് പ്രസക്തമാകണം ആണ്. അതൊരു പുസ്തകമാക്കുന്ന ഘട്ടത്തിൽ വരുമ്പോൾ പോലും അതിനാ ഗുണമുണ്ട്. പക്ഷേ അത് വായിക്കാൻ വേണ്ടി ആളുകൾ വരണം. ഏതായാലും എഴുത്ത് നമ്മെ തന്നെ നവീകരിക്കണം എന്ന് ഉദ്ദേശമില്ലാതെ എന്തെങ്കിലുമൊക്കെ എഴുതാം, എന്തെങ്കിലുമൊക്കെ പ്രസംഗിക്കാം, പ്രസിദ്ധീകരിക്കാം എന്ന ഒരു രീതി കത്തിയും കയറും നമ്മുടെ അടുത്തായതുകൊണ്ട് ഈ രംഗം വളരെ ശുഷ്കമായി പോകുന്നുണ്ടോ എന്ന ഒരു ഉത്കണ്ഠ ഓരോ എഴുത്തുകാരനും അവൻ്റെ മനസ്സിൽ വെക്കേണ്ട ഒരു വിഷയമാണ്. എഴുതി കഴിഞ്ഞാൽ അപ്പം തന്നെ പ്രസിദ്ധീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് കുറച്ച് ഇരുന്ന് ഒന്ന് ഉഷാറാവട്ടെ. നമുക്കറിയാവുന്നതാണല്ലോ, തികയാതെ പ്രസവിച്ച കുഞ്ഞ്, അതുപോലെ സിസേറിയൻ നടത്തി പുറത്തെടുത്ത കുഞ്ഞ്, സുഖപ്രസവത്തിലൂടെ വന്ന കുഞ്ഞ്, ഇതുപോലെ തന്നെയാണ് ഒരു സൃഷ്ടിയുടെ കാര്യവും. അത് അതാതിൻ്റെ സമയങ്ങളിൽ, ഇപ്പം നമുക്ക് തന്നെ നമ്മൾ എഴുതിയൊരു സാധനം 3, 4, 5 കൊല്ലം മുമ്പ് നമ്മൾ എഴുതിയൊരു സാധനം അത് നമ്മളിപ്പോൾ എടുത്ത് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നും, എന്തൊക്കെ എഴുതി വെച്ച്. നമ്മൾ എഴുതിയ സാധനത്തെക്കുറിച്ച് തന്നെ നമുക്ക് തന്നെ അതിനെക്കുറിച്ച് ഒരു മോശം അഭിപ്രായം വരാൻ സാധ്യത വരുന്നത് എവിടെയാണെന്നറിയോ? അവിടെ നമ്മുടെ വായനക്കാരൻ ഉയർന്നു എന്നതിൻ്റെ അർത്ഥം. ശരിക്കും എഴുത്തുകാരനും വായനക്കാരനും രണ്ടും രണ്ടാ. നമ്മൾ ഒരാളാണ്ട് കാര്യമില്ല. ബാലേന്ദ്രൻ ചുള്ളിക്കാട് ഒരിക്കൽ പറഞ്ഞു, എൻ്റെ കവിതകൾ എൻ്റെ വായനക്കാരനെ ഒരിക്കലും സംതൃപ്തിപ്പെടുത്തുന്നില്ല. അപ്പോൾ നമ്മളുടെ വായന രീതി മാറിക്കൊണ്ടിരിക്കണം. അപ്പോൾ വായിക്കണം, ആ വായന ആശയം സ്വരൂപിക്കാൻ വേണ്ടി മാത്രമാകാതെ അതിൻ്റെ ഭാഷ, അക്ഷരം, ശുദ്ധി, എങ്ങനെ എഴുതണം, ഏത് രീതിയിലൊക്കെ അവതരിപ്പിക്കണം എന്ന രീതിയിൽ കൂടി എഴുത്തുകാരൻ എന്ന നിലക്ക് നാം മനഃപൂർവ്വം എഴുത്തിൻ്റെ പിറകെ കൂടിയാലേ എഴുത്ത് നമ്മുടെ അടുത്തേക്ക് വരികയുള്ളൂ.
എത്തിയില്ലല്ലേ? അതിൽ COT ആശീസ് വരുന്നവരെ നിങ്ങൾ ആ എഴുതിയത് പൂർത്തിയായിട്ടുണ്ടെങ്കിൽ അത് പ്രവർത്തകരുത്തൊന്ന് കൊടുക്കണം. തന്നിട്ടുണ്ടോ? ഇല്ലല്ല, അന്ന് ബാക്കിയുള്ള ഈ സമയം അത് പൂർത്തിയാക്കും.